യാമി അവൻ്റെ കൈ തട്ടിമാറ്റി മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും ശിവയെ അവളെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി. അച്ഛൻ പറഞ്ഞ പോലെ അവകാശം വേണോ നിനക്ക്? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചതും യാമയുടെ കണ്ണുകൾ വല്ലാതെ പരിഭ്രമിച്ചു പോയി. പറ മാമി, ഈ താലിയുടെ അവകാശം വേണോ നിനക്ക്? അവളുടെ കണ്ണുകളിലെ പിടപ്പ് നോക്കി കണ്ണിലൊരു പുഞ്ചിരി ഒളിപ്പിച്ചു കൊണ്ടവൻ ചോദിച്ചു. വേണമെന്ന് പറഞ്ഞ തരില്ലെന്ന് നീ പറയും. അതിനുള്ള അവസരം ഇനി ഞാൻ നിനക്ക് തരില്ല. എനിക്ക് നിന്റെ ജീവിതത്തിൽ ഒരവകാശവും വേണ്ട, പോരെ? യാമ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചൂടിയോടെ പറഞ്ഞതും ശിവ അവളെ നോക്കി ചിരിച്ചുപോയി. അപ്പം മാമയ്ക്ക് ബുദ്ധിയുണ്ട്. അവൻ അതേ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ഓ, ഇത് പറയുന്ന അത്ര ബുദ്ധിയൊന്നും വേണ്ട. കൂടെ കഴിയുന്ന വെട്ടുപോത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ മതി. അല്ല, നീ ഒന്നും കഴിച്ചില്ലല്ലോ. ചോറും കറിയൊക്കെ ഉണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ? യാമി അവനെ നോക്കി സാഡി ടേബിളിൽ ചാഞ്ഞ് നിന്നുകൊണ്ട് ചോദിച്ചു. വേണ്ട, ഇന്നവിടെ നല്ല കപ്പയും ബീഫും ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ശിവ ബാത്റൂമിലേക്ക് കയറിക്കൊണ്ട് അവളോട് പറഞ്ഞു. അല്ലെങ്കിലും എനിക്കറിയാം നീ ഇങ്ങനെ തന്നെയാണ്. വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയും, വേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയും. യാമി ദേഷ്യത്തിൽ പിറുപിറുത്തു. നീ വന്നിട്ടാരും ഒന്നും ചോദിച്ചില്ലേ? ഒരു 5 മിനിറ്റ് കൊണ്ട് കുളി കഴിഞ്ഞിറങ്ങി അവൻ ഗൗരവം കലർന്നൊരു ചോദ്യത്തോടെ യാമിയെ നോക്കി. എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ചു പോന്നു. യാമി ബെഡ്ഷീറ്റ് നേരെ വിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. നീ എങ്ങനെ അവിടെ തനിച്ചായി? അഭിമാനിയേറ്റനുമൊന്നും ഇല്ലായിരുന്നു. ചോദിക്കുന്നതിനോടൊപ്പം തല തോർത്തിയിരുന്ന ടവൽ അവൻ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി വിരിച്ചിട്ട് കൊണ്ടുവന്നു. അവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തനിച്ചാവോ? ആരുമില്ലായിരുന്നു. അഭിയേട്ടനും അനിയേട്ടനും ഒക്കെ അച്ഛൻ്റെ കൂടെ നേരത്തെ ഇറങ്ങി. പിന്നെ അജുവേട്ടനും ഉണ്ടായിരുന്നു. ആളുടെ അച്ഛനെന്തോ വയ്യെന്ന് പറഞ്ഞു പോയി. യാമി ഒരു പരുങ്ങലോടെ പറഞ്ഞതും ശിവയെ അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. അപ്പോൾ ആ നേരത്ത് ആരെ വിളിക്കുമെന്ന് അറിയാതെ ഞാനാകെ പേടിച്ചു പോയി ശിവ. നീ വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. യാമി പതിഞ്ഞൊരു സ്വരത്തിൽ പറഞ്ഞു. എന്തോ അജുവിൻ്റെ കാര്യം ഇപ്പോൾ അവനോട് പറഞ്ഞൊരു വലിയ വഴക്ക് തന്നെ അവിടെ നടക്കും. അതുകൊണ്ട് സാവകാശം എന്തെങ്കിലും ഒരു ക്ലൂ അവന് കൊടുക്കാമെന്ന് കരുതി ആ വിഷയം അവർക്കിടയിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചു. അത്രയും നേരം അവളെ നോക്കി നിന്നവൻ അവളുടെ മുഖത്തെ ആ പേടിയും വെപ്രാളവും കാണെ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്നു. പേടിച്ച് ജീവൻ പോകാറായി നിൽക്കുകയായിരുന്നു എന്ന് ഓടി വന്നുള്ള കെട്ടിപ്പിടുത്തത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. ശിവയൊരു സ്വകാര്യം പോയി അവളുടെ കാതിൽ പറഞ്ഞതും യാമി പിടിച്ചിലോടെ മിഴിയുയർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കിപ്പോയി. ആ, അത് പിന്നെ അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തൊരു സന്തോഷമായെന്നറിയോ? അതാ സോറി. യാമി അവൻ്റെ കണ്ണിൽ നിന്ന് നോട്ടം മാറ്റി ഒരു പിടപ്പോടെ പറഞ്ഞു. ഏയ്, സോറിയൊന്നും വേണ്ട. പേടിച്ചിട്ടല്ലേ, എനിക്ക് മനസ്സിലാവും. അവനൊരു ചിരിയോടെ പറഞ്ഞതും യാമിക്ക് എന്തോ അവനെ നോക്കാനൊരു ചമ്മലൊക്കെ തോന്നിപ്പോയി. ശിവയ്ക്കത് മനസ്സിലാവുകയും ചെയ്തു. അവനൊരു ചിരിയോടെ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് കിടക്കെ യാമിയും വേഗം ചെന്നൊരു സൈഡിൽ കിടന്നു. എന്തോ ശിവയെ അത് ചോദിച്ചത് മുതൽ ഓഫീസിൽ വെച്ചവനെ കണ്ടപാടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച രംഗം മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. ഡി മാമി. പതിവില്ലാത്തൊരു മൗനം ഇരുവർക്കുമിടയിൽ നിറഞ്ഞതും അവനൊരു താടത്തിൽ അവളെ വിളിച്ചു. യാമി വിളി കേൾക്കാതെ എന്തെന്നൊരു ചോദ്യത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. ഇപ്പോഴും ഉണ്ടോ ആ പേടി? അവനൊരു ചിരിയോടെ അവളെ നോക്കാതെ ചോദിച്ചു. എന്ത്? യാമി ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അല്ല, പേടി മാറിയില്ലെങ്കിൽ ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് പറയാ. അയ്യടാ. അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞു വന്നതും യാമി അവൻ്റെ കയ്യിൽ നല്ലൊരു തല്ല് വെച്ചു കൊടുത്തുപോയി. തല്ലാതടി, ഞാനൊരു ഉപകാരം ചെയ്യാമെന്ന് കരുതി ചോദിച്ചതല്ലേ? അവനൊരു ചിരിയോടെ അവളുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. ആഹാ, എൻ്റെ മോനിത്ര വലിയ ഉപകാരമൊന്നും ചെയ്തു തരാനായിട്ടില്ല. ആവുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടവൾ ചൂടിയോടെ പറഞ്ഞു. ഓ പിന്നെ, ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എൻ്റെ മാമി, ആണോ? അവൻ്റെ പിടുത്തം വിടിയിക്കാൻ ശ്രമിക്കുന്നവളെ ഒരൊറ്റ വലിയിൽ നെഞ്ചിലേക്ക് ചേർത്ത് കൊണ്ടവൻ നിസ്സാര മട്ടിൽ പറഞ്ഞതും യാമി ശരിക്കും വിറച്ചുപോയി. അവനൊരിക്കലും അങ്ങനെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചടിപ്പിക്കുമെന്ന് അവൾ ഓർത്തതേയില്ലായിരുന്നു. ഇത്രയും ദിവസം ഈ റൂമിൽ ഒരുമിച്ച് ഉണ്ടായിട്ടും വഴക്ക് കൂടുമ്പോഴും ഉന്തലും തള്ളലും അല്ലാതെ ഇങ്ങനെ നെഞ്ചിലേക്ക് അമർന്ന നിമിഷം തന്നെ യാമി ഒരു പിടച്ചിലോടെ അകന്നു മാറാൻ തുടങ്ങി. ശിവ വിട്ടെ, നീ എന്താ ഈ കാണിക്കുന്നേ? ദേ, ഇതൊന്നും എനിക്കിഷ്ടമല്ല, വിട്. അത്രമേൽ വെപ്രാളപ്പെട്ട് പിടഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെങ്കിലും അവൾ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ഹാ, ചൂടാവാതെ മാമി, ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ലെന്ന് കാണിച്ചു തന്നല്ലേ ഞാൻ. നോക്കിയേ, ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഒതുങ്ങാവുന്നതേ ഉള്ളൂ. യാമിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ അവളെ ഒരു കൈ കൊണ്ട് നെഞ്ചിലടക്കി പിടിച്ചുകൊണ്ട് കാതോരം മെല്ലെ പറഞ്ഞു. യാമി കുതിരയിൽ നിർത്തി എരിയുന്നൊരു കണ്ണോട് അവനെ നോക്കി പേടിപ്പിച്ചു.
അത്രയും തൊട്ടടുത്ത് നിന്നുള്ള പെണ്ണിൻ്റെ ആ നോട്ടം ശിവയുടെ ചുണ്ടിലെ ചിരി കൂടുതൽ മനോഹരാക്കി. ശിവ, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്, വിട്ടെ. യാമി അതേ ദേഷ്യത്തോടെ തന്നെ അവനെ തള്ളി മാറ്റി അകലാൻ ശ്രമിച്ചു. എന്നും ഇങ്ങനെ പോയാൽ എങ്ങനെയാടി? കുറച്ച് എന്തെങ്കിലും ഒന്ന് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കണ്ടേ? അപ്പോഴല്ലേ ഒരു കിക്കുള്ളൂ. അവളെ മെല്ലെ ബെഡിലേക്ക് തന്നെ ചായച്ച് കിടത്തി കണ്ണിറുക്കിയൊരു ചിരിയോടെ അവൻ പറഞ്ഞതും യാമി അടിമുടി ദേഷ്യം കൊണ്ട് വിറച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ നട്ടപ്പാതിരാക്ക് നിനക്ക് കിക്ക് കൂട്ടാൻ വേറെ ആളെ നോക്ക്. ചായച്ച് കിടത്തിയവനെ ശക്തമായി പിന്നോട്ട് തള്ളിക്കൊണ്ട് അവൾ വീറോടെ പറഞ്ഞു. അല്ലെങ്കിലും എൻ്റെ കിക്ക് മാറ്റാനുള്ള ഗട്ട്സ് ഒന്നും മാമിക്കില്ല. ബെഡിലേക്ക് മലർന്ന് വീണവൻ ഒരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞതും യാമി അവനെ കണ്ണു കൂർപ്പിച്ച് നോക്കി. എന്തേ? ശിവ അവളെ നോക്കി ചെരിഞ്ഞു കിടന്നു കൊണ്ട് ചോദിച്ചു. കുന്തം. യാമി അത്രയും ദേഷ്യത്തോടെ അവനെ നോക്കി പിന്നെ പുതപ്പെടുത്ത് നെഞ്ചുവരെ പുതച്ചു. അയ്യേ, ഇതെന്തോന്നാടി മാമി കൊച്ചുകുട്ടികളെ പോലെ ഇപ്പോഴും എന്തേന്ന് ചോദിക്കുമ്പോൾ കുന്തമെന്ന് പറഞ്ഞിരിക്കുന്നത്? വളർച്ചയൊക്കെ ശരീരത്തിനേ ഉള്ളൂ, ബുദ്ധിക്കില്ലേ? അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, എനിക്ക് ഇത്തിരി ബുദ്ധിയും ഗട്സും ഒക്കെ കുറവാ. ഇതൊക്കെ പാകത്തിനുള്ളത് തന്നെ എൻ്റെ മോൻ കണ്ടു വെച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ അവളുടെ കാര്യം നോക്കിയാൽ മതി, നീ എൻ്റെ കാര്യം നോക്കാൻ വരണ്ട. യാമി അത്രയും ഈർഷ്യയോടെ പറഞ്ഞു. അതിനിവിടെ ആരും നിൻ്റെ കാര്യം നോക്കുന്നു? ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമല്ലേ? പിന്നെ പെൺപിള്ളാരായ കുറച്ചൊരു ഗട്സ് ഉണ്ടായിരിക്കുന്നത് നല്ലതാ. അതിപ്പോൾ എനിക്ക് വേണ്ടി പറഞ്ഞതല്ല. ഞാനല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ നീ ജീവിക്കുമല്ലോ. വാ അടിച്ച് മിണ്ടാതെ കിടക്കറ തിണ്ടി. അവളെ നോക്കി ചെരിഞ്ഞ് കിടന്നങ്ങനെ എന്തോ കാര്യമായി ഉപദേശിച്ചു വന്നതും യാമി സഹി കെട്ടപ്പോൾ തലേനെ എടുത്തവൻ ഈർഷ്യയോടെ തള്ളി. ആഹാ, പൊന്നുമോളിപ്പോൾ എടാപ്പോടാ വിളിയൊക്കെ മാറ്റി ഇങ്ങോട്ടേക്ക് എത്തിയോ? അവൾ തെണ്ടിയെന്ന് വിളിച്ചത് കേട്ട് കണ്ണു കൂർപ്പിച്ച് അവളെ നോക്കി അവൾ തല്ലിയ തലേനെ പിടിച്ചു വാങ്ങിയൊരു ഒരു ഭയപ്പെടുത്തലോടെ ചോദിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യവും ഈർഷ്യവും എല്ലാം പൊടുന്നനെ മാറി യാമി അവനെ പേടിയോടെ നോക്കി. വിളിക്കടി, ഒന്നൂടെ വിളിക്ക്. മുണ്ട് മടക്കി കുത്തി മീശ പിരിച്ചൊരു യുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ട് ശിവ യാമിയുടെ നേർക്ക് ചെന്നു. ശിവ, വേണ്ട. നീ നോക്ക്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ വിളിച്ച്. ഇനി വിളിക്കില്ല, ഉറപ്പായും വിളിക്കില്ല. അവൻ്റെ വരവ് കണ്ട് യാമി പൊടുന്നനെ ബെഡിൽ മുട്ടുകുത്തി എഴുന്നേറ്റിരുന്ന് പേടിയോടെ പറഞ്ഞു. ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞു? പറയടി, ഞാനെന്താ നിന്നെ പറഞ്ഞേ? മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ലേ എന്ന പോലെ അവൻ അവളുടെ നേർക്ക് തന്നെ വന്നു. നീ പറഞ്ഞു. പരിഭ്രമത്തോടെ പറയുന്നതിനൊപ്പം യാമി പിന്നോട്ട് നീങ്ങി കട്ടിലിൻ്റെ മറുഭാഗത്തേക്ക് ഇറങ്ങി നിന്നു. ഞാനെന്ത് പറഞ്ഞു എന്ന് പറയടി മാമി. അല്ല, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ എന്നെ തെണ്ടിയെന്ന് വിളിക്കാൻ മാത്രം ആയോ നീ? രക്ഷപ്പെടാനുള്ള വഴിക്കായി റൂം മുഴുവൻ പരിഭ്രമത്തോടെ നോക്കുന്നവളെ ചുഴിഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. പിന്നെ നീ എന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കണോ ഞാൻ? ഇതേ നോക്ക്, സമയം 1:30 കഴിഞ്ഞു. നിൻ്റെ കൂടെ റൂമിലായ പിന്നെ മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും വയ്യ എനിക്ക്. നട്ടപ്പാതിരാക്ക് വീട്ടിൽ കയറി വരും. എന്നിട്ട് ഇതുപോലെ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം എന്നോട് വഴക്കിടും. അച്ഛനും അമ്മയും പറഞ്ഞാൽ ഒന്നും അനുസരിക്കുകയില്ല. എന്തൊരു സാധനം നീ! ഒരാളോട് സ്നേഹമില്ലാത്തൊരു വെട്ടുപോത്ത്. അവൻ്റെ കയ്യിൽ കിട്ടിയാൽ ഒന്ന് പൊട്ടുമെന്ന പേടിയുണ്ടെങ്കിലും മാമി ചൊടിയോടെ ചെറിയ പരിഭാഗത്തോടെ പറഞ്ഞു. വെട്ടുപോത്ത് നിൻ്റെ തന്തയാടി. യാമി അപ്പം അറിഞ്ഞതൊക്കെ കേട്ടപ്പോൾ ശരിക്കും എവിടെയോ ഒന്ന് കൊണ്ടെങ്കിലും അവനൊരു ദേഷ്യത്തോടെ പറഞ്ഞു. അത് സമ്മതിച്ചു തരണം എന്നൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നിന്നേക്കാൾ ഭേദമാണ് മോനെ ശിവരത്തെ. നിന്നേക്കാൾ വലിയൊരു വെട്ടുപോത്തിനെ ഞാൻ കണ്ടിട്ടില്ല. യാമി വിട്ടുകൊടുക്കാതെ പറഞ്ഞു. ശിവയെ അവളെ കണ്ണുരുട്ടി നോക്കിയതല്ലാതൊന്നും പറഞ്ഞില്ല. എന്തേ, ഒന്നും പറയാനില്ലേ മോനെ? കട്ടിലിന് അപ്പുറവും ഇപ്പുറമാണ് നിൽക്കുന്നത് എന്നുള്ള ധൈര്യത്തെ അവൾ ചൊടിയോടെ ചോദിച്ചു. ഇല്ല, ഇനി പറയാനൊന്നുമില്ല. എല്ലാം കാണിച്ചു തരാനേ ഉള്ളൂ. എന്താ നീ പറഞ്ഞ്? ഞാൻ വെട്ടുപോത്താണെന്നല്ലേ? വാ, ശരിക്കുള്ള വെട്ടുപോത്ത് എന്താ ചെയ്യാന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാം നിനക്ക്. ചൊടിയോടെ നിൽക്കുന്ന യാമിയെ നോക്കി മീശ പിരിച്ചൊരു ഭീഷണിയോടെ പറഞ്ഞു വന്നവൻ പറയുന്നതിനോടൊപ്പം അവൾ പ്രതീക്ഷിക്കാത്തൊരു നേരത്ത് ബെഡിന് നടുത്തേക്ക് ചാടി വീണുകൊണ്ട് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. ശിവ, വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. പ്രതീക്ഷിക്കാതെ അവൻ്റെ കയ്യിൽ കുടുങ്ങിപ്പോയതും യാമി വെപ്രളത്തോടെ പിന്നോട്ട് നീങ്ങിക്കൊണ്ട് പറഞ്ഞു. നീ പറയുന്നത് കേൾക്കാൻ നീ എൻ്റെ ആരാടി? ആരാ? അവൻ അവളെ വിടാതെ ബെഡിലേക്ക് വലിച്ചുകൊണ്ട് ചോദിച്ചു. ശിവ, പ്ലീസ്, നല്ല കുട്ടിയല്ലേ വീട്. ഇനി ഞാൻ അങ്ങനെ വിളിക്കില്ല, സത്യമായിട്ടും വിളിക്കില്ല. ദേ നോക്ക്, സമയം 1:30 കഴിഞ്ഞു. നമുക്ക് ഉറങ്ങാം. യാമി അവളെ കൊണ്ടാവും വിധം പിന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ചിയെങ്കിലും അവൻ്റെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. അവൾ അവൻ്റെ അരികിലേക്ക് തന്നെ വീണു. ഇനി നീ വിളിക്ക്, ഞാൻ കേൾക്കട്ടെ. അവൻ അവളെ അരികിലേക്ക് വലിച്ചടുപ്പിച്ച് കിടത്തിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞില്ലേ, ഉറപ്പായും വിളിക്കില്ല. യാമി അവനെ നോക്കി ചുണ്ടു ചുളുക്കി കെഞ്ചി. എങ്കിൽ പറ, ഞാൻ വെട്ടുപോത്താണോ? അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു.
അല്ലേ? പിടിവാലി നടന്നതിൽ ചെറിയൊരു കിതപ്പോടെ കിടക്കുന്നവൾ പതിയെ ചോദിച്ചതും ഇവൾ നന്നാവില്ല എന്ന പോലെ അവൻ്റെ ഒരു കൈ അവളുടെ അരയിലൂടെ ചുറ്റി. അല്ല വെട്ടുപോത്തല്ല, സത്യമല്ല. യാമി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കുതറി മാറി അവൻ കിടക്കുന്നതിന് അങ്ങേയറ്റേ തലയ്ക്ക് ഉരുണ്ടു മാറി. നീ എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ ഉറക്കം കളയുന്നു എന്നല്ലേ? ശരിക്കു പറഞ്ഞാൽ നീ വന്നതിൽ പിന്നെ എൻ്റെ ഉറക്കമാണ് ആകെ ഇല്ലാണ്ടായത്. എത്ര നേരം വൈകി വന്നാലും നേരെ വന്ന് കിടന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നേരത്തെ വന്നാലും കിടക്കണേ ആദ്യം നിന്റെ വാ അടച്ചിട്ട് വേണ്ടേ കിടക്കാൻ. വാടകയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഇതെൻ്റെ റൂമാണെന്നുള്ള കാര്യം എൻ്റെ മോൾ വല്ലപ്പോഴും മറക്കുന്നുണ്ട്. പിന്നെ വന്ന് കൂടെ കിടക്കടി, നീ അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല എന്നൊന്നും പറഞ്ഞ് ഞാൻ നിന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കയറ്റിയതൊന്നും അല്ലല്ലോ. അമ്മായിച്ചൻ തന്ന അവകാശം വെച്ച് കൂടും കുടുക്കയും എടുത്ത് പോകുന്നതല്ലേ നീ ഇങ്ങോട്ട്. അപ്പോൾ പിന്നെ എന്നെയും ഞാൻ ഉണ്ടാക്കി പറയുന്ന ഈ ബുദ്ധിമുട്ടൊക്കെ നീ സഹിക്കണം. അവൻ അവളെ നോക്കി ചൊടിയോടെ പറഞ്ഞതും യാമി ചുണ്ടിൽ ചെറിയൊരു ചിരിയോടെ അവനെ നോക്കി ചെറിയ കിതപ്പോടെ അങ്ങനെ കിടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തേ? അവൻ ചോദിച്ചു. നീ ശരിക്കും ഒരു വെട്ടുപോത്താണ്. യാമ അവനെ നോക്കി ചിരിയടക്കി പറഞ്ഞതും ശിവ അവളെ തല്ലാനായി കൈവീശി. അവളത് പ്രതീക്ഷിച്ചപ്പോൾ ചിരിയോടെ പിന്നോട്ട് നീങ്ങിക്കളഞ്ഞു. നാട്ടപ്പാതിരാക്ക് എന്നോട് വഴക്കിന് നിൽക്കാതെ കിടന്നുറങ്ങാൻ നോക്കി ചേക്ക, അവൾ ചിരിയോടെ തന്നെ പറഞ്ഞു. ശിവയും അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് അവളെ മുഖം ചെരിച്ചു നോക്കി. അവനെ നോക്കി കിതപ്പടക്കി ചിരിയോടെ കിടക്കുകയാണവൾ. തൻ്റെ ഇഷ്ടം അടക്കി പിടിച്ച് ഇതിൽ കൂടുതൽ ആ പെണ്ണിനോട് ദേഷ്യം ഭാവിച്ച് നിൽക്കാനാവില്ലെന്നപ്പോൾ അവൻ്റെ ഹൃദയം പതിയെ സാന്ദ്രമായി. അവൻ അവളെയും അതേ ചിരിയോടെ നോക്കിക്കിടന്നു. അവളുടെ ആ ചിരി തന്നെയായിരുന്നു അവൻ്റെ കുഞ്ഞു കണ്ണുകളിൽ ഉറക്കം വന്നടയും വരെ അതിമനോഹരമായി തിളങ്ങി നിന്നത്. ശിവ, ശിവ. രാവിലെ കുളിച്ചിറങ്ങിയതും ഇനിയും എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്ന ശിവയെ കാണി യാമി അവൻ്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. ശിവ. അവൾ അവൻ്റെ അരികിലായി കട്ടിലിന് താഴെയായി ഇരുന്നു കൊണ്ട് വിളിച്ചു. നീ ഇപ്പോൾ എഴുന്നേൽക്കുന്നുണ്ടോ? ഞാൻ അൻവിയുടെ കൂടെ അമ്പലത്തിലേക്ക് പോവുക. നിനക്ക് കോഫി ഇവിടെ കൊണ്ട് വന്ന് വയ്ക്കണോ, അതോ ഞാൻ വന്നിട്ട് മതിയോ? ശിവ. ഉറങ്ങിക്കിടക്കുന്നവൻ്റെ തൊട്ടടുത്തേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ടവൾ ചോദിച്ചു. ശിവ പക്ഷേ തന്നെ തട്ടി വിളിക്കുന്നവളുടെ കൈ പിടിച്ചെടുത്തവൻ്റെ കവളിനടിയിലായി ചേർത്ത് വെച്ചതും ഇവനിത് എന്ത് പറ്റിയെന്ന അതിശയഭാവത്തിൽ യാമ അവനെ ചിരിയോടെ നോക്കി. ശിവ, പറ. ഞാൻ പോയി വന്നിട്ടില്ല, നീ എഴുന്നേൽക്കൂ. കോഫി കൊണ്ട് വയ്ക്കണ്ടല്ലോ. തൻ്റെ കൈ പിടിച്ചു വെച്ച് കണ്ണടച്ചുറങ്ങുന്നവനെ നോക്കി കുഞ്ഞൊരു ചിരിയോടെ അവൾ ചോദിച്ചു. അവൾ ചോദിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ശിവ ഒന്നിനും മറുപടി പറഞ്ഞില്ല. കണ്ണടച്ചങ്ങനെ കിടക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഈ കിടപ്പ്. ഡാ ചക്ക, നീ എന്തെങ്കിലും പറയുന്നുണ്ടോ? എനിക്ക് നേരം വൈകുന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കോഫി ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഒരു മറുപടി തരാതെ കിടക്കുന്നവനെ കാണെ അല്പം ബലമായി അവൻ്റെ കയ്യിൽ നിന്നും കൈ വലിച്ചു കൊണ്ടവൾ പറഞ്ഞു. ശിവ മെല്ലെ അവളെ കണ്ണു തുറന്നു നോക്കി. ഒരു ഡാർക്ക് ബ്ലൂ സാരി എടുത്ത് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുകയാണവൾ. നീളമുള്ള മുടിയിഴകൾ അയച്ചിട്ട് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നവളെ അവൻ ഏറെ നേരം അങ്ങനെ നോക്കിക്കിടന്നു. യാമി പക്ഷേ ഒരുക്കത്തിനിടെ അതൊന്നും കണ്ടതേയില്ല. ഒരുക്കം കഴിഞ്ഞ് ധൃതിയിൽ താഴേക്ക് ചെന്ന് ഒരു കപ്പ് കോഫി കൊണ്ടുവന്ന് സൈഡ് ടേബിളിൽ അടച്ചു വെച്ച് ശിവയെ ഒന്ന് നോക്കിയതും അവൻ കണ്ണടച്ചുറങ്ങുന്നതായാണ് അവൾ കണ്ടത്. യാമി, പോകാം. റൂമിന് പുറത്തു നിന്നും കുഞ്ഞുങ്ങളുടെ വീടി കൂടെ ആയതും യാമി വേഗം പുറത്തേക്ക് ഇറങ്ങി. ചുണ്ടിൽ തങ്ങിയൊരു പുഞ്ചിരിയോടെ അവൻ തലയിണയും കെട്ടിപ്പിടിച്ച് ഒന്നുകൂടി ചുരുണ്ടുകൂടി കിടന്നു. അല്ല, എന്താ ഇപ്പോൾ പ്രത്യേകിച്ചൊരു അമ്പലത്തിൽ പോക്ക്? എന്തെങ്കിലും വിശേഷമുണ്ടോ? കുഞ്ഞുങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് നടക്കെ യാമി സംശയത്തോടെ ചോദിച്ചു. ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സച്ചൂച്ചൻ പറഞ്ഞതാ ഇന്ന് അമ്പലത്തിലേക്ക് വരണമെന്ന്. തനിച്ച് പോവാനൊരു മടി, അതാ യാമിയെ വിളിച്ചത്. കുഞ്ഞോളൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. ഹാ, ബെസ്റ്റ്. നിങ്ങൾക്ക് രണ്ടാൾക്കും സംസാരിച്ചിരിക്കാനാണെങ്കിൽ എന്തിനാ അൻവി എന്നെ വെറുതെ കട്ടുറുമ്പാവാൻ വിളിച്ചേ? യാമി വല്ലായ്മയോട് ചോദിച്ചു. അങ്ങനെ സംസാരിച്ചിരിക്കാനൊന്നും ഇല്ലെന്നേ. ഇന്ന് പാറുവിൻ്റെ പിറന്നാളാ. അപ്പോൾ രണ്ടാളും അമ്പലത്തിൽ വരുന്നുണ്ട്. എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഒന്ന് കണ്ടിട്ട് നമുക്ക് വേഗം വരാം. സംസാരിച്ചിരിക്കലൊന്നുമില്ല. അച്ഛനുള്ളതല്ലേ വീട്ടിൽ. യാമിയുടെ കൈ പിടിച്ച് നടക്കുന്നതിനൊപ്പം അൻവി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. ആ, അപ്പം അച്ഛനുള്ളത് കൊണ്ടാണ് എന്നെ കൂടെ വിളിച്ചത്. അല്ലെങ്കിൽ തനിച്ചിങ്ങ് വന്നേനെ അല്ലേ? സച്ചുൻ്റെ കൂടെ പാറും ഉണ്ടാവും എന്നത് ചെറിയൊരു ഇഷ്ടക്കേട് തോന്നിയെങ്കിലും അത് പുറമേ കാണിക്കാതെ കണ്ണു ചുരുക്കി അൻവിയെ നോക്കി തമാശ പോലെ ചോദിച്ചു യാമി. അല്ലെന്നേ, അല്ലെങ്കിലും ഞാൻ വിളിക്കും. എനിക്കിപ്പോൾ കൂട്ടി യാമയല്ലേ ഉള്ളൂ. അൻവി ചിരിയോടെ അവളെ നോക്കി. അതൊക്കെ ശരിയാ, പക്ഷെ പിറന്നാളുകാരിക്ക് എന്നെ കൂടെ കൂട്ടിയത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാവാൻ ചാൻസ് ഇല്ല. അമ്പലപ്പടവുകൾ കയറി യാമി പറഞ്ഞു. ആർക്ക്? പാറൂനോ? അൻവി സംശയത്തോടെ അവളെ നോക്കി.
ആ, നാത്തൂനായി ആ കോറും അല്ലേ നിനക്കുള്ളൂ? യാമി തെല്ലി ചെടിയോട് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഏയ്, അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരിക്കും യാമി കരുതും പോലെയൊന്നും അല്ല അവള്. പാവാ. അന്ന് അന്ന് ഏട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ ആള്. അല്ലാതെ. ഓ വേണ്ടാൻവേ, ഇതെന്നോട് നിന്റെ ഏട്ടനും പറഞ്ഞു, ശിവയോടുള്ള സ്നേഹം കൊണ്ടാ എന്നൊക്കെ. പക്ഷേ സത്യം പറയാലോ, എനിക്കങ്ങനെ കാണാൻ കഴിയില്ല. അത് വിട്ടേക്ക്. അബി പറഞ്ഞത് തന്നെ വീണ്ടും പാറുവിനെ സപ്പോർട്ട് ചെയ്ത് അൻവി പറയുന്നു എന്ന് കണ്ടതും യാമി പെട്ടെന്ന് അത് തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അൻവി ഒരു വല്ലായ്മയോടെ അവളെ നോക്കിയതല്ലാതെ പിന്നെ പാറുവിനെ കുറിച്ചൊന്നും പറയാൻ നിന്നില്ല. യാമിയും അൻവിയും തൊഴുതിറങ്ങുമ്പോഴാണ് സച്ചുവും പാറും പടികൾ കയറി അമ്പലത്തിലേക്ക് വരുന്നത്. കുഞ്ഞോൾക്കൊപ്പം യാമിയെ കണ്ടതും പാറുവിൻ്റെ മുഖമാകെ വല്ലായ്മയിലായി. യാമിനിയും തന്നോട് മിണ്ടാതെ പോകുമെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ പാറുവിന് മനസ്സിലായി. എന്നാൽ ഒരു സോറി പറഞ്ഞങ്ങോട്ട് ചെന്ന് മിണ്ടി തുടങ്ങാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നുന്നു. നിങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചതല്ലേ സച്ചേട്ടാ? ഇനി ഇങ്ങനെ കാണാനും മിണ്ടാനും മറ്റുള്ളവരുടെ കൂട്ട് വിളിക്കുന്നത് മോശാട്ടോ. സച്ചുവിൻ്റെ അരികിലെത്തിയതും യാമി ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു. ആ, അങ്ങനെ പറയാതെൻ്റെ യാമി. ഇനിയിപ്പോൾ കൂട്ട് വന്നാലും ഒരു 10-15 ദിവസം കൂടിയല്ലേ വേണ്ടൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കെട്ടിക്കൂടെ കൂട്ടുമല്ലേ. അരികിലേക്ക് വന്ന അൻവിയെ പ്രണയാർത്ഥമായെന്ന് നോക്കി പിന്നെ ഒരു ചിരിയോടെ അവൻ യാമിയോട് പറഞ്ഞു. 10 15 കൂട്ടു വരുന്ന ഒരു പോസ്റ്റായി നിൽക്കേണ്ട സച്ചേട്ടാ? യാമി ചിരിയോടെ ചോദിച്ചു. ഇപ്പോഴൊക്കെയും സച്ചുവിനൊപ്പം പാറു ഉണ്ടെന്നൊരു നോട്ടം കൊണ്ട് പോലും അവൾ ശ്രദ്ധിച്ചില്ല. അത് സച്ചുവിനടക്കം കുഞ്ഞുൾക്കും പാറുവിനും മനസ്സിലാവുകയും ചെയ്തു. ഇല്ല, യാമിയെ ഞാൻ പോസ്റ്റാക്കില്ല. കമ്പനി തരാൻ ഞാനൊരാളെ കൂട്ടിയിട്ടുണ്ട്. ദേ അവിടെ ആ ആൾത്തറയ്ക്ക് അടുത്ത് കാണും, അങ്ങോട്ട് ചെല്ല്. ഞങ്ങളൊന്ന് തൊഴുതിട്ട് ഇങ്ങ് വന്നേക്കാം. അങ്ങ് ദൂരേക്ക് ചൂണ്ടിക്കാണിച്ച് സച്ചു പറഞ്ഞതും യാമി സംശയത്തോടെ ആ ചൂണ്ടിയിടത്തേക്ക് നോക്കി. ശിവ വന്നിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ? എന്നിട്ടെന്താ ഇങ്ങോട്ട് വരാത്തെ അവിടെ നിന്ന്? ദൂരെ നിർത്തിയിട്ട ബൈക്കിൽ ചാഞ്ഞു നിൽക്കുന്നവനെ കാണെ അവൾ ചോദിച്ചു. ആ, ഭർത്താവ് അങ്ങനെ അമ്പലത്തിലേക്കൊന്നും കയറില്ലെന്ന് കുട്ടിക്കറിയില്ല അല്ലേ അപ്പോൾ ഇതുവരെ? സച്ചു ഒരു താളത്തിൽ ചോദിച്ചു. ഇല്ല, നിങ്ങളെന്നാ ചെല്ല്, ഞാൻ അവിടെ കാണും. സച്ചുവിൻ്റെ സംസാരത്തിലെ ആ താളം കേട്ട് അവനെ നോക്കി ഒരു ചിരിയോടെ ഇല്ലെന്ന് തലയനക്കി കൊണ്ടവൾ താഴേക്ക് നടന്നു. യാമിയുടെ ആ അവഗണനയിൽ പാറുവിൻ്റെ കണ്ണ് രണ്ടും നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. ഇപ്പോൾ കരയും എന്നപ്പോൾ പരിഭവത്തോടെ അവൾ ഏട്ടനെ നോക്കി. കണ്ണ് നിറച്ചിട്ടൊന്നും കാര്യമില്ല. വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു. കേട്ട് നിൽക്കുന്നത് നിന്നെപ്പോലെ ചോരയും നീരും ഹൃദയമൊക്കെയുള്ള മനുഷ്യനാണെന്ന്. വാ നടക്ക്. സച്ചു അവളെ നോക്കി ചോടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അതിന് ഏട്ടൻ എന്നോട് പറഞ്ഞോ അവിടെയാ അല്ല ഏട്ടത്തി ഉണ്ടെന്ന്? ഇല്ലല്ലോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ. പാറു കണ്ണു തുടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ആ, അന്നേരം ഞാൻ വന്ന് ഇത് പറഞ്ഞു തരാത്ത കുറവേ ഉണ്ടായിരുന്നുള്ളൂ. സച്ചു അവളെ നോക്കി കണ്ണുരുട്ടി. ഓ ഏട്ടനൊന്നും പറയണ്ട, ഞാൻ ശിവേട്ടനോട് പറഞ്ഞു കൊടുക്കും എന്നോട് മിണ്ടുന്നില്ല എന്ന്. പാറു കെറുവോടെ പറഞ്ഞുകൊണ്ട് അല്പം ധൃതിയിൽ അമ്പലത്തിലേക്ക് കടന്നു. അവളെന്ന് പറഞ്ഞത് യാമയ്ക്ക് ശരിക്കും സങ്കടമായിട്ടുണ്ട്. അതാ പാറു മുന്നേ നടന്നു പോയതും അൻവി സച്ചുവിനോട് മെല്ലെ പറഞ്ഞു. ആവുമല്ലോ, അതറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ അതേക്കുറിച്ചൊന്നും യാമയോട് സംസാരിക്കാത്തത്. സച്ചു യാമയുടെ പക്ഷം എന്ന പോലെ പറഞ്ഞു. അതെന്താ മോനെ, ഇവിടം വരെ വന്നിട്ട് കയറി തൊഴാതെ ഒരു നിൽപ്പ്? ബൈക്കിൽ ചാരി നിൽക്കുന്ന ശിവയുടെ അടുത്തേക്ക് ചെന്ന് യാമി ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ടാണ് ശിവ അവളെ തിരിഞ്ഞു നോക്കുന്നത്. അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല അവൻ. അമ്പലത്തിൽ കയറാൻ തോന്നാത്ത നിന്നോട് ഇനി കുറി തൊട്ട് തരണമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അല്ല, പിറന്നാളുകാരിക്ക് വേണ്ടി അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ വരെ വയ്യെങ്കിൽ പിന്നെ നീ എന്തിനാ രാവിലെ തന്നെ കുളിച്ചു മാറ്റി വന്നേ? തന്നെ നോക്കുന്നവനെ നോക്കി യാമി ചെറിയൊരു പരിഹാസത്തോടെ ചോദിച്ചു. അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് അവൾക്കൊന്നും ദൈവം കൊടുക്കണ്ട. അല്ലാതെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോട്ടെ. എനിക്ക് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ശിവ അവളെ നോക്കി അലസമായി പറഞ്ഞു. ഓ പിന്നെ നീ വലിയ ദൈവപുത്രനല്ലേ അവൾക്ക് വേണ്ടതൊക്കെ കനിഞ്ഞ് അനുഗ്രഹിക്കാൻ. ആ പറഞ്ഞതൊട്ടും പറ്റാത്ത പോലെ അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു. പിന്നെ നീ എന്ത് കരുതി? നിന്നെപ്പോലെ എല്ലാവരും എന്നെ ഒരു വെട്ടുപൊത്തായി കാണുമെന്നോ? ശിവ അവളെ നോക്കി കണ്ണുരുട്ടലോടെ ചോദിച്ചു. അത് നീ എൻ്റെ അടുത്ത് വെട്ടുപോത്തിനെ പോലെ പെരുമാറിയിട്ടല്ലേ? യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ഓരോരുത്തരും അർഹിക്കുന്നതല്ലേ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവൻ കെറുവോട് ചോദിച്ചതും യാമി അവനെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. ഓ, എന്നാൽ അർഹതയുള്ളവരെല്ലാം കൂടെ പിറന്നാൾ ആഘോഷിക്ക്, ഞാൻ പോകുന്നു. പെട്ടെന്ന് അവനിൽ നിന്നും വന്ന ആ വാക്കുകൾ മനസ്സിനെ വല്ലാതെ നോവിച്ചതും യാമി ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു കൊട്ട അവൻ്റെ അടുത്ത് നിന്നും തിരിഞ്ഞു നടന്നു. കുഞ്ഞോളിപ്പോൾ വരും, അവളുടെ കൂടെ പോടി. മുന്നോട്ട് നടന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു. വേണ്ട, ഞാൻ പോവാ.
അർഹതയില്ലാത്ത ഒത്തിരി സ്ഥാനമാനങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ മേലുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ താങ്ങില്ല. അവനെ നോക്കി മുഖം കനപ്പിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു. സാരല്ല, താങ്ങാൻ ഞാൻ സപ്പോർട്ടായി നിന്നോളാം. തൽക്കാലം നീ ഇവിടെ നിൽക്ക്. അല്ല, ഇന്ന് റൂമിൽ കൊണ്ടുവച്ച കോഫി നീ ഉണ്ടാക്കിയതാണോ? അവളെ വലിച്ച് അടുത്തേക്ക് നിർത്തിക്കൊണ്ടവൻ അലസമായി തന്നെ ചോദിച്ചു. ആണെങ്കിൽ? യാമി ചോദ്യത്തോടെ അവനെ നോക്കി. കൊള്ളില്ല എന്ന് പറയാനായിരുന്നു, ശിവ പെട്ടെന്ന് പറഞ്ഞു. പോടാ. അവൾ അവനെ കെറുവോടെ നോക്കി. അതിനിടെ തന്നെയാണ് അവളുടെ കണ്ണുകൾ അമ്പലപ്പടികൾ ഇറങ്ങി വരുന്ന പാറുവിനെ കണ്ടത്. അവൾ പെട്ടെന്ന് തന്നെ അരികെ നിൽക്കുന്നവനെ ഒന്ന് നോക്കി അവൻ അവളെ നോക്കുന്നുണ്ടോ എന്നതാണ് ആ നോട്ടത്തിൻ്റെ ഉദ്ദേശം. അവൻ പക്ഷേ ഫോണിൽ എന്തൊക്കെയോ നോക്കി നിൽക്കുകയാണ്. ശിവ, നിനക്ക് ശരിക്കും കോഫി ഇഷ്ടമായില്ലേ? പാറു തങ്ങളെ നോക്കി അടുത്തേക്ക് വരികയാണെന്ന് കണ്ടതും യാമി അവനോട് ചോദിച്ചു. ഇല്ല. ശിവ മറുപടി പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും തൻ്റെ അരികെ നിന്ന് പാറുവിനെ നോക്കുന്നവളെയാണ് അവൻ കണ്ടത്. അതെന്താ, കടുപ്പം കുറവായിരുന്നോ അതോ മധുരം കൂടുതലായിരുന്നോ? പാറുവിനെ നോക്കി തന്നെ അവനോട് ചോദിക്കുന്നതിനൊപ്പം യാമി അവൻ്റെ അരികിലേക്ക് അല്പം ചേർന്നു നിന്നു. ശിവ നെറ്റി ചുളിച്ചവളെ നോക്കിയതും അവളുടെ കൈകൾ അഴിഞ്ഞു കിടന്ന അവൻ്റെ ഷർട്ടിൻ്റെ ആദ്യ 1-2 ബട്ടൺസ് ഇട്ടു തുടങ്ങിയിരുന്നു. അവളുടെ ആ പ്രവൃത്തി അവൻ്റെ കണ്ണുകളിൽ ഒരു ചിരി മിന്നി. ഇതിങ്ങനെ തുറന്നു കാണിക്കാൻ നിനക്കൊരു നാണമില്ലെങ്കിലും കാണുന്നവർക്കുണ്ടെന്ന് ചിന്തിക്കാനുള്ള ബോധമെങ്കിലും വേണം. കണ്ട പെണ്ണുങ്ങൾക്ക് കണ്ട് രസിക്കാനായി തുറന്നിട്ടിരിക്കുക. ചെണ്ടി വലിയ സിൽമങ്കാനാണെന്ന വിചാരം. ആദ്യത്തേത് അവൻ കേൾക്കാൻ വിധവും അവസാനത്തത് അവൻ കേൾക്കാതെയും അവൾ പെറുപിറുത്തു. കണ്ണിൽ തെളിഞ്ഞു നിന്ന് ചിരിയോടെ തന്നെ ബട്ടൺസ് ഇടുന്നവളെ കൈത്തണ്ടയിൽ പിടിച്ചു. പാറുവിനോടുള്ള അരിശത്തിൽ നിന്ന് അവൾ പെട്ടെന്ന് അവൻ കയ്യിൽ പിടിച്ചതറിയെ ഒരു നടുക്കത്തോടെ അവനെ നോക്കി. അവളോട് മിണ്ടിയില്ലേ നീ? അടുത്തേക്ക് വരുന്ന പാറുവിനെ കണ്ണ് കാണിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഞാൻ മിണ്ടില്ല. യാമി അവൻ്റെ കൈ വിരിയിച്ചൊരു ചുടിയോടെ പറഞ്ഞു. ശിവ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഏട്ടാ. പാറു ആടിയൊരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും അവരെവിടെ പാറൂസേ? യാമിയിൽ നിന്നും നോട്ടം മാറ്റി പാറുവിനെ ഒരു കൈകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നിർത്തിക്കൊണ്ടവൻ ചോദിച്ചു. വരുന്നുണ്ട്. താൻ വന്നതും മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന യാമിയെ നോക്കി കണ്ണു നിറച്ചുകൊണ്ട് പാറു പറഞ്ഞു. ഡീ മാമി, നീ എൻ്റെ പാറുട്ടിയെ വിഷ് ചെയ്തോ? ഇന്ന് ഇവളുടെ പിറന്നാളാ, നിനക്കറിയില്ലേ? പാറുവിൻ്റെ നോട്ടം കാണാൻ ശിവ യാമയോടായി ചോദിച്ചു. യാമ അവനെ കൂർപ്പിച്ചൊന്നും നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. പാറുവിനെ തിരിഞ്ഞു നോക്കിയതുമില്ല. ഡി, നിന്നോടാ ഞാൻ പറഞ്ഞത്. അവിടെ ആരാ? നിൻ്റെ കൂട്ടുകാരെ വന്ന് നിൽക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്ക്. അവൻ യാമിയെ പിടിച്ച് പാറുവിന് നേർക്ക് തിരിച്ചു നിർത്തി. യാമിയുടെ മുഖം ഒരു കൊട്ട വീർത്തിട്ടും പാറുവിൻ്റെ മുഖം ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ വക്കീലിലാണ്. ഒരു വിഷു പറ മാമേ. ശിവ പാറുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാമിയോടായി പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. ശിവയെ നോക്കി മുഖം വീർപ്പിച്ച് മനസ്സോടെ യാമി പറഞ്ഞു. എന്നാൽ അതുവരെ കണ്ണു നിറച്ചു നിന്നവൾ പെട്ടെന്നാണ് ഒരു കരച്ചിലോടെ യാമിയെ ഇറുക്കി കെട്ടിപ്പിടിച്ചത്. സോറി ഏട്ടത്തി, എന്നോട് പിണങ്ങല്ലേ. ഞാൻ അപ്പോഴത്തെ സങ്കടത്തിൽ എന്തൊക്കെയാ പറഞ്ഞു പോയതാ. സോറി. അടക്കി പിടിച്ചൊരു തേങ്ങലോടെ പാറു അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ യാമി ശരിക്കും ഞെട്ടി. എന്നോട് ക്ഷമിക്ക് പ്ലീസ്. സത്യമായിട്ടും ഞാൻ മനസ്സിലൊന്നും വെച്ച് പറഞ്ഞതല്ല. അപ്പം എന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറഞ്ഞു പോയതാ. സോറി. യാമിയെ വിടാതെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാറു പറഞ്ഞതും അവളുടെ ഏട്ടത്തി എന്ന വിളിയിലും കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലിലും യാമി ആകെ ഒരു നടുക്കത്തോടെ നോക്കിയത് ശിവയെയാണ്. അവൻ പക്ഷേ അവർ രണ്ടുപേരെയും നോക്കാതെ ഫോണിൽ നോക്കിയിരിപ്പാണ്. ആഹാ, ഇവിടെ കെട്ടിപ്പിടുത്തവും കരച്ചിലും ഒക്കെ തുടങ്ങിയോ? പാറുവിന് പിന്നാലെ വന്ന സച്ചു യാമിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന പാറുവിനെ കണ്ട് ചിരിയോടെ പറഞ്ഞു. പാറു, കരയല്ലേ. എനിക്ക് പിണക്കൊന്നുമില്ല, കരയണ്ട. ഇപ്പോഴും കരച്ചിൽ നിർത്താതെ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവളെ കാണെ യാമി ശിവയും സച്ചുവിനെയും മൻവിയും ഒക്കെ നോക്കി വല്ലായ്മയോടെ അവൾ സമാധാനിപ്പിച്ചു. ശരിക്കും എന്നോട് ക്ഷമിച്ചോ? ഇനി എന്നെ കാണുമ്പോൾ മിണ്ടാതെ മാറിപ്പോകില്ലല്ലോ. ദേഷ്യം മാറിയില്ലെങ്കിൽ ഞാൻ ഇനിയും എത്ര വേണമെങ്കിലും സോറി പറയാം. അല്ലെങ്കിൽ ഏട്ടത്തി ദേഷ്യം മാറുന്നത് വരെ എന്നെ വഴക്ക് പറഞ്ഞോ, ഞാൻ കേട്ടോളാം. പാറു കണ്ണ് രണ്ടും അമർത്തി തുടച്ച് യാമിയെ നോക്കി തേങ്ങലോടെ പറഞ്ഞതും അവളുടെ ഏട്ടത്തി വിളിയിൽ യാമി കൂടുതൽ അതിശയിച്ചു. അതെന്താ അവൾ തന്നെ അങ്ങനെ വിളിക്കുന്നത്? ചിലപ്പോൾ സച്ചുവേട്ടൻ പറഞ്ഞതാവും. യാമി സംശയത്തോടെ ഓർത്തു. എന്നെ വഴക്ക് പറഞ്ഞു. പാറു യാമിയെ നോക്കി പറഞ്ഞു. വഴക്കൊന്നും പറയാനില്ല. അന്ന് അങ്ങനെയൊക്കെ നീ പറഞ്ഞപ്പോൾ ശരിക്കും സങ്കടമായി, അല്ലാതെ ദേഷ്യമൊന്നുമില്ല, കരയണ്ട. യാമി ചെറിയൊരു ചിരിയോടെ അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ച് പറഞ്ഞു. 4 വർത്താനം പറയാനുള്ള ഓഫർ അങ്ങനെ വെറുതെ വിട്ട് കളയൊന്നും വേണ്ട യാമി. 4 എണ്ണം തിരിച്ചു പറ. അപ്പോഴേ നാക്കിന് എല്ലില്ലാത്ത സംസാരം ഇനിയെങ്കിലും കുറയ്ക്കൂ. സച്ചു യാമിയെ നോക്കി കെറുവോടെ പറഞ്ഞു. ഏട്ടൻ ഏട്ടത്തിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞങ്ങളുടെ കാര്യം നോക്കാം, ഞങ്ങൾക്കറിയാം അല്ലേ ശിവേട്ട?
പാറു മുഖം വീർപ്പിച്ചുകൊണ്ട് ശിവയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. പിന്നല്ലാതെ നീ നിന്റെ കാര്യം നോക്കടാ. ശിവയും അത് തന്നെ പറഞ്ഞു. നീ പോടാ. കെട്ടിയ നിനക്കില്ലെങ്കിലും കെട്ടിച്ചു തന്ന എനിക്ക് യാമിയുടെ മേൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അല്ലേ യാമി? സച്ചു കെറുവോടെ പറഞ്ഞുകൊണ്ട് യാമിയെ നോക്കി ചോദിച്ചു. അതെ അതെ. യാമി ചിരിയോടെ അത് തലയാട്ടി സമ്മതിച്ചു. ഓ പിന്നെ, ഒരു ഉത്തരവാദിത്തപ്പെട്ടവൻ വന്നേക്കുന്നു. നീ വല്ല കാരണന്മാര് ചമയാതെ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ പോടാ. ഇന്ന് ഞായറാഴ്ചയാ. ഞാനിവരെ വീട്ടിലേക്ക് ഇറക്കി കൊടുത്തങ്ങ് വന്നേക്കാം. കയറടി. ഒരല്പം കൂടുതൽ പുച്ഛത്തോടെ സച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവ ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. യാമി അതും കയറ്. അൻവി ചെറിയൊരു ചിരിയോടെ യാമിയോട് പറഞ്ഞു. ഏയ് അത് വേണ്ട, അൻവി കയറ്, ഞാൻ പിന്നിലിരിക്കാം. യാമി അത് വേണ്ടെന്ന് പറഞ്ഞ് അൻവിയെ ശിവയുടെ അടുത്തേക്ക് ഇരിക്കാനായി നീക്കി. വേണ്ട യാമി, നീ കയറ്, അൻവി പിന്നെയും സ്നേഹത്തോടെ പറഞ്ഞു. ആരെങ്കിലും ഒന്ന് വന്ന് കയറുന്നോ, അതോ രണ്ടാളും നടന്നങ്ങ് പോരുന്നോ? കയറാതെ നീ കയറി ഞാൻ കയറാം എന്ന് പറഞ്ഞ് നേരം കളയുന്നവരെ കാണാൻ ശിവ ചാടിക്കടിക്കും പോലെ പറഞ്ഞതും അൻവി വേഗം അവന് പിന്നിൽ കയറിയിരുന്നു. അവൾക്ക് പിന്നിൽ യാമിയും. പായസം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാട്ടോ, പാറു അവരെ നോക്കി ചിരിയോടെ കൈവീശി കാണിച്ചുകൊണ്ട് പറഞ്ഞു. യാമിയും കുഞ്ഞോളും അവളെ നോക്കി ചെറുചിരിയോടെ കൈവീശി തുടങ്ങിയതും ശിവയുടെ ബൈക്ക് മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞിരുന്നു. ഒന്ന് പതുക്കെ പോയേട്ടാ. ഒരു മിന്നലൊളി പോലെ ബൈക്കുമായി കുതിക്കുന്നവൻ്റെ തോളിൽ തട്ടി കുഞ്ഞോള് ചെറിയൊരു പേടിയോടെ പറഞ്ഞു. പതുക്കെ പോവാൻ മാത്രമൊന്നുമില്ല, ഇവിടെ ഇറങ്ങിക്കോ, എന്നിട്ട് അങ്ങോട്ട് നടന്നു വന്നാൽ മതി. വീടിൻ്റെ ഗേറ്റിന് കുറച്ചപ്പുറത്തായി ബൈക്ക് നിർത്തിക്കൊണ്ടവൻ പറഞ്ഞു. ഇവിടെയോ? അതെന്താ, ഏട്ടൻ വീട്ടിലേക്കല്ലേ അപ്പോൾ? കുഞ്ഞോൾ സംശയത്തോടെ ചോദിച്ചു. വീട്ടിലേക്കൊക്കെ തന്നെയാ, പക്ഷെ നിങ്ങളിവിടെ ഇറങ്ങിക്കോ, ശിവ അലസമായി പറഞ്ഞതും യാമി വേഗം ബൈക്കിൽ നിന്നിറങ്ങി. ഞാനങ്ങോട്ട് വന്നേക്കാം, നിങ്ങൾ ചെല്ല്. യാമി അവരെ കടന്ന് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും കുഞ്ഞോളൊരു സംശയത്തോടെ ഏട്ടനെ നോക്കി. എന്നെ നോക്കി നിൽക്കാതെ ഇറങ്ങി നടക്കാൻ നോക്കടി. ശിവ അവളെ നോക്കി മുരണ്ടു. അത് കേൾക്കേണ്ട താമസം കുഞ്ഞോള് വേഗം ബൈക്കിൽ നിന്നിറങ്ങി യാമിക്ക് പിന്നാലെ ഓടി. ശിവയുടെ ബൈക്ക് അവരെ കടന്ന് വീട്ടിലേക്ക് കടക്കുകയും ചെയ്തു. ഈ ഏട്ടൻ്റെ ചില നേരത്തെ സ്വഭാവം കണ്ട നല്ല നാല് കൊടുക്കാൻ തോന്നും. കുഞ്ഞോളൊരു പിറുപിറുക്കലോടെ യാമയോട് പറഞ്ഞു. 4 എണ്ണം കൊടുക്കാനല്ലേ നിനക്ക് തോന്നും, എനിക്ക് ചിലപ്പം വെട്ടി അരിഞ്ഞ് ഉപ്പിലിടാൻ തോന്നും. വീട്ടിലേക്ക് കയറി പോകുന്നവനെ നോക്കി യാമി ചൂടിയോടെ പറഞ്ഞു. നിങ്ങൾ വന്നോ? അച്ഛനിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ വരാനായില്ലേന്ന്. ഹാളിൽ നിന്നും സിറ്റൗട്ടിലേക്ക് വന്ന സുഭദ്രാമ്മ യാമയും കുഞ്ഞോളെയും കാണാൻ ചെറു ചിരിയോടെ പറഞ്ഞു. അച്ഛൻ വെറുതെ തിരക്കിയതാണോ അമ്മേ? കുഞ്ഞോൾ അമ്മയെ നോക്കി സംശയത്തോടെ ചോദിച്ചു. വെറുതെ ഒന്നുമല്ല, വിവാഹത്തിന് വേണ്ട സ്വർണവും ഡ്രസ്സും മറ്റും എടുക്കാൻ പോവാനാ. ഡേറ്റിംഗ് അടുത്തില്ലേ, ഇന്നാവുമ്പോൾ എല്ലാവരും ഫ്രീ അല്ലേ. യാമിയുടെ കയ്യിലുള്ള ഇലച്ചീന്തിൽ നിന്നും ഒരു നുള്ളു ചന്ദനം എടുത്ത് നെറ്റിയിൽ തൊട്ടുകൊണ്ട് സുഭദ്രാമ്മ പറഞ്ഞു. ഇന്ന് പോണോ? അജു വന്നിട്ട് പോയാൽ പോരെ? ഹാളിൽ ന്യൂസ് പേപ്പർ നോക്കിയിരുന്ന അബി അമ്മയുടെ സംസാരം കേൾക്കെ വിളിച്ചു ചോദിച്ചു. അതിനവൻ എന്നാ വരുന്നതെന്ന് വല്ലതും പറഞ്ഞിരുന്നു അബി. സ്വർണ്ണമൊക്കെ ഇഷ്ടമുള്ളത് നോക്കി വരുമ്പോൾ പണിപ്പിക്കാനുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി സമയമെടുക്കും. പഴയതൊന്നും വേണ്ടെന്നാ അച്ഛൻ പറഞ്ഞത്. നേരത്തെ പോയി ഓർഡർ കൊടുത്തു വന്ന അതല്ലേ നല്ലത്. സുഭദ്രാമ്മ ചോദ്യത്തോടെ അകത്തേക്ക് നടന്നു. അവർക്ക് പിന്നാലെ ഒന്നും മിണ്ടാതെ യാമിയും കുഞ്ഞോളും. അതൊന്നുമില്ല, അവൻ നാളെ രാത്രി ഇങ്ങ് വരും അമ്മേ, നമുക്ക് മറ്റന്നാ പോവാം. അബി അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ടുകൊണ്ടാണ് യാമി മെല്ലെ റൂമിലേക്ക് നടന്നത്. എന്തോ അജു വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു നെഞ്ചിരിപ്പ്. അവൻ ഇനി എന്തൊക്കെ കണക്കു കൂട്ടലുകളോടെ ആയിരിക്കും വരുന്നത്. അവൻ്റെ മനസ്സിലിരിപ്പ് താനറിഞ്ഞത് കൊണ്ട് തന്നെ അവൻ ഒരിക്കലും വെറുതെ വിടില്ല, എന്തെങ്കിലും ചെയ്യും. അത് യാമിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ താനും ശിവയും തമ്മിൽ അവൻ കരുതുന്നത് പോലെ ഒരു അകൽച്ചയും വഴക്കും ഇല്ലെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ അവനൊന്ന് ഭയക്കും. അങ്ങനെയും ഒരു ചിന്തയുണ്ട് അവളുടെ മനസ്സിൽ. ആകെ കൂടെ തല പുകഞ്ഞ് ആലോചിച്ചു കൊണ്ടാണ് അവൾ റൂമിൻ്റെ ഡോർ തുറന്നത്. അയ്യേ! ഉടുത്തിരുന്ന മുണ്ടിനടിയിലൂടെ ഒരു പാൻസിട്ട് മുകളിലെ മുണ്ടയച്ച് മാറ്റുകയായിരുന്ന ശിവയെ കണ്ടതും യാമി കണ്ണ് രണ്ടും ഇറുക്കെ പൂട്ടി തിരിഞ്ഞു നിന്നുപോയി. എന്താടി? അവളുടെ നിലവിളി പോലെയുള്ള അയ്യെ കേട്ടൊരു ഞെട്ടലോടെയാണ് ശിവ അവളെ നോക്കിയത്. ഡോർ ലോക്ക് ചെയ്യാതെയാണോടോ തുണി മാറുന്നേ? യാമി അവനെ നോക്കാതെ അതേ നിൽപ്പ് നിന്നുകൊണ്ട് തന്നെ ചോദ്യോടെ ചോദിച്ചു. ഞാൻ ഡോർ അടച്ചതാണല്ലോ, നീയല്ലേ ചോദ്യവും ഉത്തരവും ഒന്നും ഇല്ലാതെ ഇങ്ങ് കയറി വന്നത്. അവൻ പാൻസിൻ്റെ സിബ് ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അത് ഞാൻ വേറെന്തോ ആലോചിച്ച്, പക്ഷേ കുഴപ്പമില്ല, ഞാനൊന്നും കണ്ടില്ല സത്യം. യാമി തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു. ആര് പറഞ്ഞു? നീ കണ്ടോ? നല്ല വെടിപ്പായി തന്നെ കണ്ടു. എല്ലാം കണ്ടിട്ട് കള്ളം പറയുന്നടി മാമി. ശിവ ചിരിയടക്കി ചൂടിയോടെ ചോദിച്ചു. ദേ ശിവ, അനാവശ്യം പറഞ്ഞ നല്ലോണം തരുവേ ഞാനൊന്നും കണ്ടിട്ടില്ല. യാമി ഒരു ദേഷ്യത്തോടെ ചെറിയ പരിഭ്രമത്തോടെയും പറഞ്ഞു.
പറയുമ്പോഴും അവൾ ഓർത്തത് അവൻ പറഞ്ഞ പോലെ കാണാൻ പാടില്ലാത്ത വല്ലതും താൻ കണ്ടിരുന്നോ എന്നാണ്. ഇല്ല, ആ മുണ്ടായിക്കുന്നത് കണ്ടതും താൻ തിരിഞ്ഞു നിന്നിരിക്കുന്നു. അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ഓ, അപ്പോൾ ഒന്നും കാണാൻ കഴിയാത്തതിലേ അല്ലേ മാമിക്ക് സങ്കടം? അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കാതോരം മുഖം അടുപ്പിച്ച് മെല്ലെ രഹസ്യമായി ചോദിച്ചു. അയ്യേ പോടാ. യാമി ഈർഷ്യയോടെ അവനെ പിന്നോട്ട് തള്ളി മാറ്റിക്കൊണ്ട് കണ്ണു തുറന്നവനെ നോക്കി. ശിവ അവളെ ഒരു കളിയാക്കി ചിരിയോടെ നോക്കിക്കൊണ്ട് കബോർഡിനടുത്തേക്ക് തന്നെ നടന്നപ്പോഴാണ് അവൻ അഴിച്ചു കളഞ്ഞ മുണ്ടിനടിയിൽ പാൻസ് ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത്. ആകെ ചമ്മിയൊരു ഇളിയോടെ അവൾ അവനെ നോക്കി അവിടെ ഒരു സൈഡിലായി നിന്നു. ഇന്നും ഓഫീസില്ലല്ലോ, പിന്നെ എങ്ങോട്ടാ ഈ ഒരുങ്ങിക്കെട്ടി? കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കാര്യമായി ഒരുങ്ങുന്നവനെ കാണെ ചമ്മൽ മാറ്റാനെന്നോണം അവൾ തെല്ലൊരു ചോടിയോടെ ചോദിച്ചു. ഒരു പെണ്ണ് കാണാൻ. എന്തേ? താടിയും മീശയും കൈകൊണ്ടൊന്ന് ഒതുക്കിക്കൊണ്ടവൻ അവളുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏത് പെണ്ണ്? അല്ല, അത് പറഞ്ഞപ്പോഴോർത്ത് നിന്റെ ആ കോറു എന്തിനാ എന്നെ ഏട്ടത്തിന്ന് വിളിച്ച്? പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ യാമി അവൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി ചോദിച്ചു. ഏട്ടത്തിന്നോ? നിന്നെയോ? പാറൂട്ടി നിന്നെ അങ്ങനെ വിളിച്ചോ? ശിവ അവളെ നോക്കി വല്ലാത്തൊരു ഭാവത്തോട് ചോദിച്ചു. പിന്നെ വിളിക്കാതെ? നീ കേട്ടില്ലേ? അതെങ്ങനെ? ആ കുന്തം നോക്കി ഇരിപ്പല്ലായിരുന്നോ? പിന്നെ എങ്ങനെ കേൾക്കാനാ? എന്നെ ഇന്ന് നിന്റെ കോറു ഏട്ടത്തിന്നാ വിളിച്ച്. അതെന്തിനാ അങ്ങനെ വിളിച്ചത്? യാമി കെറുവോട് അവനോട് ചോദിച്ചു. അതെന്നോടാണോ മാമി നീ ചോദിക്കുന്നത്? അവളോട് ചോദിച്ചൂടായിരുന്നോ നിനക്ക്? അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനാ നിന്നെ ഏട്ടത്തിന്ന്? അയ്യേ, വേറെ ആരും കിട്ടിയില്ലേ അവൾക്ക്? ഏട്ടത്തിയാണ് പോലും. ഏത് വകയിൽ? വരട്ടെ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ശിവ വല്ലാത്തൊരു പുച്ഛത്തോടെ പറഞ്ഞതും യാമി അവനെ ചുണ്ടു കൂർപ്പിച്ചു നോക്കി. നിനക്കിത് എന്നോട് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞൂടായിരുന്നോ? എങ്കിലും ഒരൊറ്റ തവണയെ അവൾ അങ്ങനെ വിളിക്കൊള്ളായിരുന്നു. ശിവ കൂർത്ത ചുണ്ടിലേക്കും തന്നെ നോക്കി കണ്ണുരുട്ടുന്ന കണ്ണിലേക്കും കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. സച്ചുവേട്ടൻ പറഞ്ഞതാവും. യാമി വീർത്ത മുഖത്തോടെ തന്നെ അവനോട് പറഞ്ഞു. ഹാ, എന്നാ ഇന്നവനെ ഞാൻ കൊല്ലും. അല്ലേ ഒരു ഏട്ടത്തി, അതും നിന്നെ. ഛേ! ശിവ അവളുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പറഞ്ഞു. യാമിയുടെ മുഖം അവനെ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. എന്താടി? ഇത്രയ്ക്ക് ദേഷ്യം കാണിക്കാനൊന്നുമില്ല. ഞാൻ പറയുന്നുണ്ട് അവളോട് അങ്ങനെ വിളിക്കരുതെന്ന്. തന്നെ നോക്കി കണ്ണുരുട്ടുന്ന അവളുടെ മുഖത്തേക്ക് അത്രമേൽ മനോഹരമായി ഒതുക്കി വെച്ചൊരു ചിരിയോടെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞതും യാമി അവനിൽ നിന്നും മുഖം വെട്ടിച്ചു കളഞ്ഞു. ഞാൻ പറഞ്ഞോളാടി മാമി, പ്രശ്നം തീർന്നില്ലേ? അവളെ കൂടുതൽ ചൊടിപ്പിക്കാൻ എന്നോണം അവൻ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ രണ്ട് എന്ത് ചെയ്താലും വേണ്ടില്ല, അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല, മാറങ്ങോട്ട്. യാമി അവനിൽ നിന്നും തള്ളി മാറ്റി ചവിട്ടിക്കുലുക്കി മുന്നോട്ടേക്ക് നടക്കാൻ ആഞ്ഞതും ശിവയെ അവളെ ഒറ്റ വലിക്ക് നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചു. ശിവ വിട്. യാമി ചൊടിയോടെ അവൻ്റെ കയ്യിൽ നിന്നും കുതറിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് ഒടുക്കത്തെ കുശുമ്പാണല്ലോടി മാമി. അവൻ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് അത്രക്കും മേൽ ഒട്ടിച്ചു ചേർത്ത് നിർത്തിയും വിധം അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ച് ചിരിയോടെ ചോദിച്ചു. എനിക്കല്ല കുശുമ്പ്, നിനക്കാ കുശുമ്പ്. കുശുമ്പെന്നും പറയാൻ പറ്റില്ല, അഹങ്കാരം, അങ്ങനെ വേണം പറയാൻ. അവൾ അങ്ങനെ വിളിച്ചതല്ലേ നിൻ്റെ പ്രശ്നം? ആ വിളിച്ചത് എന്നെയായിപ്പോയി, അതാ നിൻ്റെ പ്രശ്നം അല്ലേ? അതല്ലേ? യാമി അവൻ്റെ നെഞ്ചിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചതും അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയിരുന്നു. ശിവ അവളുടെ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കി. എന്നെ വിട്. യാമി അവൻ്റെ നെഞ്ചിൽ കൈവച്ച് പിന്നോട്ട് തള്ളി. അവൾ നിന്നെ ഏട്ടത്തിന്ന് വിളിക്കണമെന്നാണോ അതോ വിളിക്കേണ്ട എന്നാണോ? പറ, ഞാനതുപോലെ വിളിക്കാൻ പറയാം അവളോട്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട ഒരു ഔദാര്യം പോലെ അവൻ പറഞ്ഞു. ഓ, അങ്ങനെ ഇപ്പോൾ എന്നെ ആരും ഒന്നും വിളിക്കണ്ട. എനിക്കൊരു പേരുണ്ട്, അത് വിളിച്ചാൽ മതി. യാമി ചൊടിയോടെ പറഞ്ഞതും ശിവയുടെ കൈകൾ അവളുടെ ഇടുപ്പിൽ ഒരല്പം നോവോടെ പിടിമുറുക്കി. യാമി വല്ലാത്തൊരു പതർച്ചയോടെ അതിലേറെ പരിഭ്രമത്തോടെ മെഴിയോർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കിപ്പോയി. എന്തൊരു കുശുമ്പാടി മാമി നിനക്ക്? പതർച്ചയോടെ കണ്ണിലേക്ക് നോക്കുന്നവളുടെ കാതോരം മുഖം അടുപ്പിച്ചൊരു ചിരിയോടെ അവൻ ചോദിച്ചതും യാമി കുതിച്ചുയർന്നൊരു നെഞ്ചിരിപ്പോടെ അവൻ്റെ നെഞ്ചിൽ മുറുകെ പിടിച്ചുപോയി. ഞാനൊരു കാര്യം ചോദിച്ചാൽ മാമി സത്യം പറയോ? ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച ചിരിയോടെ അവൻ അവളുടെ കാതോരം ചെന്ന് രഹസ്യമായി ചോദിച്ചതും അവൻ്റെ ശ്വാസവും മീശരോമങ്ങളും യാമിയുടെ കാതിൽ തൊട്ടുരുമി യാമി കണ്ണുകൾ ഇറുക്കെ അടച്ചു. മാമിക്ക് എന്നോട് ഒടുക്കത്തെ പ്രേമാണല്ലേ? കുതിച്ചുയർന്ന അവളുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തിക്കൊണ്ടവൻ്റെ സ്വരം ഒരു വലിയ രഹസ്യാന്വേഷണം നടത്തിയതും അവൻ്റെ ആ ചോദ്യം അവളുടെ ഹൃദയഭിത്തികളെ പോലും വല്ലാതെ വിറപ്പിച്ചു പോയി. തൻ്റെ പ്രണയം തന്നെ ചതിച്ചിരിക്കുന്നു. ആർക്ക് താനൊരു ബാധ്യതയാവരുതെന്ന് ആഗ്രഹിച്ചോ, ആരുടെ കാൽ കീഴിൽ തൻ്റെ പ്രണയത്തെ സമർപ്പിക്കരുതെന്ന് കരുതിയോ, അവൻ തന്നെ തൻ്റെ പ്രണയത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു.
അവന് മുന്നിൽ യാമി വീണ്ടും വഞ്ചകിയായി മാറുന്നു. അർഹതയില്ലാത്ത തൻ്റെ സ്നേഹത്തെ ഇനി എങ്ങനെ താൻ അവനിൽ നിന്നും ഒളിപ്പിക്കും? യാമി വല്ലാത്തൊരു നെഞ്ചിരിപ്പോടെ ഓർത്തു. അല്ലേ? ശിവ കൂടുതൽ രഹസ്യമായി ഒരു ശ്വാസക്കാറ്റായി ചോദിച്ചു. ആര് പറഞ്ഞു? യാമി പതർച്ചയോടെ അവനോട് ചോദിച്ചു. ആദ്യം ഞാൻ ചോദിച്ചത് സത്യമല്ലേന്ന് പറ, എന്നിട്ട് പറയാം ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്നൊക്കെ. ശിവ തെല്ലൊരവകാശത്തോടെ അരയിലൂടെ കൈ ചുറ്റി അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ചോദിച്ചു. എനിക്ക് നിന്നെ ഇഷ്ടമാണോന്നല്ലേ ചോദിച്ചത്? യാമി തൻ്റെ കണ്ണുകളിലെ പരിഭ്രമം ആവും വിധം മറച്ചുകൊണ്ട് ചോദിച്ചു. ശിവ അവളുടെ കണ്ണിലേക്ക് നോക്കി മൂളി. ഇഷ്ടമാണ്. യാമി വല്ലായ്മയിലൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? ആരുടെയൊക്കെയോ ദുഷ്ടതയ്ക്ക് മുന്നിൽ തീർന്നു പോകേണ്ട എന്നെ നീ രക്ഷിച്ചില്ലേ? അതും ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ. സത്യത്തിൽ ഇഷ്ടമല്ല, തീർത്താൽ തീരാത്ത കടപ്പാടാണ് എനിക്ക് നിന്നോട്. യാമി നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറയെ ശിവയെ അവളെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. അയ്യ, വലിയ കാര്യമായിപ്പോയി. എടി, ഇതാണോ ഞാൻ ചോദിച്ചത്? ഞാൻ ചോദിച്ചതെന്താ? നിനക്കെന്നെ ഇഷ്ടമാണോന്ന്, അതായത് നിനക്കെന്നോട് പ്രേമാണോന്ന്. അതാണ് എനിക്കറിയേണ്ടത്. പറ. അവൻ അവളെ നോക്കി കണ്ണൂരിട്ടുകൊണ്ട് ചോദിച്ചു. പ്രേമോ? യാമ അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ശിവ അലസമായൊന്ന് മൂളി. പിന്നെ ഇത്രയും കാലത്തിനിടെ മനുഷ്യ മനസ്സമാധാനമായിട്ടൊന്നും ജീവിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ നിന്നെ പ്രേമിച്ച് എൻ്റെ മരണം വരെയുള്ള മനസ്സമാധാനം ഇല്ലാതാക്കാനല്ലേ? യാമി അവൻ്റെ കണ്ണിൽ നോക്കി ചൂടിയോടെ ചോദിച്ചതും ശിവയെ അവൾ അതിനേക്കാൾ ചൂടിയോടെ നോക്കി. അപ്പം നിനക്കെന്നോട് അങ്ങനെ ഒരു ഫീലിങ്സും ഇല്ല? നിന്റെ മനസ്സമാധാനം കളയുന്ന ഒരാളാണ് ഞാൻ അല്ലേ? ശിവ അവളിൽ നിന്നും തൻ്റെ പിടുത്തം അയച്ചുകൊണ്ട് ചോദിച്ചു. മനസ്സമാധാനം മാത്രമല്ല, എൻ്റെ ഉറക്കവും നീ കളയുന്നുണ്ട്. യാമി കൈനകത്തിലെ നെയിൽ പോളിഷിൻ്റെ ഭംഗി നോക്കി പറഞ്ഞു. അപ്പം ഞാൻ ആരോട് എങ്ങനെ അടുത്താലും മാമിക്ക് ഹേർട്ടാവില്ലല്ലോ? അല്ല, ഞാനിത് ചോദിക്കാൻ കാരണം സച്ച് പറഞ്ഞേ. 6 മാസത്തേക്ക് വേണ്ടി കെട്ടിയൊരു താലിയാണെങ്കിലും മാമി എൻ്റെ ഭാര്യയാണ്. അപ്പം ഞാൻ മറ്റൊരു പെൺകുട്ടിയുമായി അറ്റാച്ച് ആവുന്നത് നിനക്ക് സഹിക്കാൻ കഴിയില്ല. മാമിതേ, ഈ ചരടെന്തോ വലിയ കാര്യമായാണ് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ. അതാ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി നേരിട്ട് തന്നെ ചോദിച്ചത്. കയ്യിലെ വാച്ച് കെട്ടി ഫോണെടുത്ത് പോക്കറ്റിലേക്ക് വെച്ച് യാമിയെ ചെറിയൊരു ദേഷ്യത്തോടെ നോക്കുകകൂടി ചെയ്തുകൊണ്ടവൻ ചോദിച്ചു. ഏത് പെൺകുട്ടിയോട് നീ അറ്റാച്ച് ആവുന്നു? യാമി വല്ലായ്മയോട് ചോദിച്ചു. അതൊക്കെയുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവട്ടെ, എന്നിട്ട് ഞാൻ പറയാം. സമാധാനക്കേടാവാത്തൊരുത്തിയെ എനിക്കും വേണമല്ലോ. എത്ര കാലം ഇങ്ങനെ തനിച്ച് ജീവിക്കും? അല്ലെങ്കിൽ തന്നെ നട്ടപ്പാതിരാക്ക് എനിക്ക് വന്ന് വാതി തുറന്നു തരാനും ഭക്ഷണം എടുത്തു തരാനും ഒക്കെ മാമി എത്ര കാലം ഉണ്ടാവും? അതുകൊണ്ട് കൂട്ടിനൊരുത്തി വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശിവ തീർത്തും ഗൗരവത്തോടെ പറഞ്ഞതും യാമി അവനെ മനസ്സ് വിങ്ങി നോക്കി നിന്നുപോയി. പിന്നെ ഇന്നു മുതൽ എന്നെ കാത്തു നിന്ന് മാമി ഉറക്കം കളയണ്ട. ഞാൻ സരസുവിനെ പറഞ്ഞേൽപ്പിച്ചോളാം, അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞോളാം. അവൻ തെല്ലൊരു ദേഷ്യത്തോടെ, എന്നാൽ അത് ദേഷ്യമാണോ ഗൗരവമാണോ എന്ന് മനസ്സിലാവാത്തൊരു ഭാഷയിൽ അവളോട് പറഞ്ഞു. സത്യത്തിൽ യാമിയുടെ ആ മറുപടി അവനെ ചെറുതായൊന്ന് നോവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ദേഷ്യവും കേൾക്കാൻ കൊതിച്ചതെന്തോ കേട്ടില്ലല്ലോ എന്ന നിരാശയുമാണ് മനസ്സ് മുഴുവൻ. അല്ല ശിവ, ആ കുട്ടി അതാരാ? അവൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചവളാരാ എന്നറിയാനുള്ളൊരു വ്യഗ്രതയോടെ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അത് നീ എന്തിനാ അറിയുന്നേ? ശിവ ചോദ്യോടെ ചോദിച്ചു. അതെന്താ ഞാൻ അറിഞ്ഞാൽ കുഴപ്പം? യാമി വീർത്ത മുഖത്തോടെ അവനെ നോക്കി. കണ്ണു വയ്ക്കും, അത് തന്നെ. ഞങ്ങളെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല. നിൻ്റെ ഈ കരിങ്കണ്ണ് തട്ടി ഇനിയും തുടങ്ങാത്ത ഞങ്ങളുടെ ജീവിതം തുടക്കത്തിലേ നശിച്ചു പോയാലോ? മേശവലിപ്പിൽ നിന്നും ലാപ്പ് എടുത്ത് ബാഗിലേക്ക് വെച്ചുകൊണ്ടവൻ ചോദിച്ചതും യാമി അവനെ ചുട്ടരിക്കും പോലെ നോക്കി. കണ്ടോ, നിൻ്റെ ഈ കണ്ണ് തന്നെ ശരിയല്ല, കാളിക്കണ്ണ്. അവൻ കലിയോടെ തന്നെ പറഞ്ഞു. അതെ, കാളിക്കണ്ണ് തന്നെയാ. പക്ഷെ എനിക്ക് കണ്ണ് വയ്ക്കാൻ മാത്രം ഒന്നും നിനക്കും നീ കണ്ടുവെച്ച ആ പെണ്ണിനും ഇല്ല. ശരിക്കും എനിക്ക് ആ പെണ്ണിനോടിപ്പോൾ സാധാമമ്മ തോന്നുന്നേ. നിന്നെപ്പോലെ ഒരു വെട്ടുപോതിനെ എങ്ങനെ ജീവിതകാലം മുഴുവൻ സഹിക്കും? യാമി അവനെ നോക്കി ഈർഷ്യയോടെ പറഞ്ഞു. അത് അവളെ കൊണ്ട് ഞാൻ സഹിപ്പിച്ചോളാം, നീ അതോർത്ത് വിഷമിക്കേ വേണ്ട. പിന്നെ നിൻ്റെ മറ്റവളെ ഓർത്ത് വിഷമിച്ചിരിക്കലല്ലേ എൻ്റെ ജോലി. എടാ മോനെ, ഉപദേശിക്കുക എന്ന് കരുതരുത്. കാണാൻ ഇത്തിരി തൊലി വെളുപ്പുണ്ടെന്ന് കരുതി ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. ഈ ഓളം കയറാൻ മൂലയിൽ 3-4 പെണ്ണുങ്ങൾ നിൻ്റെ പിന്നാലെ നടക്കുമെന്ന് കരുതി നീ വലിയ ഹൃതിക് റോഷനാണെന്നൊരു ഭാവമാണ് നിനക്ക്. ബാക്കിയുള്ളവരെ ആയിരുന്നു ഒന്നും കൊള്ളത്തില്ല എന്നൊരു തോന്നലും ഉണ്ട്. അതങ്ങ് കളഞ്ഞേക്ക്. നിൻ്റെ പിന്നാലെ 4 പേര് വരുന്നുണ്ടെങ്കിൽ ഈ എൻ്റെ പിന്നാലെ 10 പേര് വരും. ലാപ്പും എടുത്ത് എങ്ങോട്ടോ പോകാനായി ഇറങ്ങുന്നവൻ്റെ പിന്നാലെ ചെന്നുകൊണ്ടവൾ പറഞ്ഞു. വല്ല പട്ടിയോ പൂച്ചയോ എങ്ങാണ്ടാവും.
ശിവ പുച്ഛത്തോടെ പറഞ്ഞു. പട്ടിയും പൂച്ചയും ഒന്നുമല്ല, നിന്നേക്കാൾ കൊള്ളാവുന്ന നല്ല കിളി പോലത്തെ ചെക്കന്മാർ. ഞാൻ വിചാരിച്ചാൽ എൻ്റെ പിന്നാലെ വരും. ഇങ്ങോട്ടോക്ക്. ആരോടും പറയില്ലെങ്കിൽ ഒരു രഹസ്യം ഞാൻ പറയാം. നിൻ്റെ ഈ വീട്ടിൽ തന്നെയുണ്ട് എന്നെ പൊന്നു പോലെ നോക്കാൻ റെഡിയായി നിൽക്കുന്നവർ. അറിയോ? ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നവനെ ചൊടിയോടെ അവൾ നേരെ തിരിച്ചു കൊണ്ടവൾ പറഞ്ഞതും ശിവയെ അവളെ നെറ്റി ചുളിച്ചൊന്ന് നോക്കി. ഇവിടെ ആര്? അബിയാണോ? ശിവ അലസഭാവത്തിൽ ചോദിച്ചു. എങ്ങനെയെങ്കിലും മജുവിൻ്റെ കാര്യം ശിവയെ അറിയിക്കണമെന്ന് കരുതിയവൾ ചെറിയ നെഞ്ചിരിപ്പോടെ അവനെ നോക്കി കുടിനീരിറക്കി മെല്ലെ അല്ലെന്ന് തലയനക്കി. പിന്നെ ശിവയുടെ നോട്ടം അവൾക്ക് നേരെ വല്ലാതെ കൂർത്തു. അജുവേട്ടൻ. യാമി മെല്ലെ പറഞ്ഞതും തുറന്നു പിടിച്ചിരുന്ന റൂമിൻ്റെ ഡോർ ശിവ ലോക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവനെന്താ പറഞ്ഞേ? വല്ലാതെ ഗൗരവമായൊരു ഭാവത്തിൽ അവൻ ചോദിച്ചതും യാമി ശരിക്കും അവനോട് എങ്ങനെ കാര്യം പറയും എന്നൊരു പരിഭ്രമത്തിലായി. പറയാമി, അവനെന്താ നിന്നോട് പറഞ്ഞത്? അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ അവൻ ചോദിച്ചതും യാമിയുടെ പരിഭ്രമം കൂടി. കാരണം തൻ്റെ പേർ കൃത്യമായി വിളിക്കുന്നത് ഇതാദ്യമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആൾക്കെന്നെ ഇഷ്ടമാണ്, പൊന്നുപോലെ നോക്കിക്കോളാം, വെറുതെ നിൻ്റെ കൂടെ ജീവിച്ച് ജീവിതം നാശാക്കേണ്ട, അങ്ങനെ കുറച്ച് ഉപദേശങ്ങൾ. യാമി തീർത്തും അലസമായി പറയുന്നത് പോലെ അവന് മുന്നിൽ നിന്നും തിരിഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞു. എന്തുപദേശം? തെളിച്ചു പറ. ശിവ അവളെ പിടിച്ച് തനിക്ക് നേരെ തന്നെ തിരിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. അത് തന്നെ ശിവ, അവനെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ നീ നല്ലവനല്ല എന്നൊക്കെ ഒരു കുശുമ്പ് വർത്താനം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. യാമി ചെറിയ പതർച്ചയോടെ തന്നെ അവളോട് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ? എനിക്കതൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അജുവേട്ടന് നിന്നെ തീരെ ഇഷ്ടമല്ലാന്ന്. നിന്നോടുള്ള ഇഷ്ടക്കൂടും കുശുമ്പും ഒക്കെ കൊണ്ടാ പുള്ളി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ എന്നെ പ്രേമിക്കാൻ നിൽക്കല്ലേ ഇപ്പം അയാൾ. യാമി അവൻ്റെ കണ്ണിൽ നോക്കി മെല്ലെ പറഞ്ഞു. ഇതൊക്കെ എന്നാ അവൻ നിന്നോട് പറഞ്ഞത്? ശിവ വല്ലാത്തൊരു മൂർച്ചയോടെയാണ് യാമിയെ നോക്കുന്നതും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒക്കെ. ഒരു ദിവസം പറ. യാമി ആ വിഷയം ഒഴുക്കൻ മട്ടിൽ പറഞ്ഞവസാനിപ്പിക്കാൻ നോക്കിയതും ശിവയുടെ കൈകൾ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി കഴിഞ്ഞിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായതുകൊണ്ട് തന്നെ യാമി ഒരു ഞെട്ടലോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. സത്യം മാത്രം പറഞ്ഞാൽ മതി. പറ, നിങ്ങൾ തമ്മിൽ ഈ സംസാരമൊക്കെ എപ്പോഴാണ് നടന്നത്? അവൻ അത്രയും രൂക്ഷമായൊരു നോട്ടത്തോടെ അവളോട് ചോദിച്ചു. നീ വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ സത്യം പറയാം. യാമി അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനെന്തിനു വഴക്കുണ്ടാക്കാം? നീ അത് വിട്. എന്നിട്ട് പറ, എപ്പോഴാണ് ഇതൊക്കെ നടന്നത്? അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചത് അല്പം ഒന്ന് അയച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അന്ന് ഓഫീസിലേക്ക് നീ വന്നില്ലേ? ഞാൻ തനിച്ചാന്ന് പറഞ്ഞിട്ട്. അന്ന് എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാനതൊന്നും കാര്യമാക്കി എടുക്കാത്തത് കൊണ്ടാവും. പിന്നെ എന്നോട് ഭയങ്കര ദേഷ്യം ഇയാൾക്ക്. എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ നിന്നെ വിളിക്കാൻ അവിടെ വന്നത് അവൻ കണ്ടിരുന്നു അല്ലേ? ശിവ ചോദ്യത്തോടെ അവളെ നോക്കി. ആ ചേട്ടൻ അവിടെ ഓഫീസിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. നീ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ഉപദ്രവിക്കാനായിരുന്നു പ്ലാൻ. എനിക്കെന്തെങ്കിലും പറ്റിയാൽ ആ കുറ്റം നിൻ്റെ മേലെ വരൂ എന്നൊക്കെ ആൾ പറഞ്ഞത്. യാമി ശിവയുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ ചുണ്ടിൽ വന്യമായൊരു ചിരി തെളിഞ്ഞു. ശിവ, നീ വഴക്കിനൊന്നും പോണ്ട. അല്ലെങ്കിൽ നീയും അച്ഛനും തമ്മിൽ ഇപ്പോൾ തന്നെ വലിയ പ്രശ്നത്തിലാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടായാൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഇനിയും വഷളാവും. അജുവേട്ടനെ ആഗ്രഹിക്കുന്നതും അതാ. യാമി അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചൊരു അപേക്ഷ പോലെ അവനോട് പറഞ്ഞു. അവൻ്റെ ആഗ്രഹം എന്താണെന്നൊന്നും നീ പറഞ്ഞു നിന്നിട്ട് വേണ്ട എനിക്കറിയാൻ. പിന്നെ ഇക്കഴിഞ്ഞത് നീ എന്നോട് പറയാൻ ഇത്രയും ദിവസം വൈകി. അത് ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇനി അവൻ എന്ത് തന്നെ വന്ന് പറഞ്ഞാലും എന്നോട് പറഞ്ഞിരിക്കണം. എന്നോട് മാത്രമേ പറയാവൂ. മനസ്സിലായോ? യാമിയെ നോക്കി ഒരു ഭീഷണി പോലെ അവൻ പറഞ്ഞതും യാമി ശരിക്കും അതിശയിച്ചു പോയി. കാരണം അജുവിനെ കുറിച്ച് താൻ ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞിട്ടും അത് ഇത്രയും നിസ്സാരമായി. അല്ലെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി അറിയാമായിരുന്ന പോലെയുള്ള ശിവയുടെ പെരുമാറ്റം അത് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഡി മാമി, ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ നിൻ്റെ ഈ പൊട്ടത്തലയ്ക്ക്? തൻ്റെ മുഖത്തേക്ക് നോക്കി മറ്റേതോ ലോകത്തെന്ന പോലെ നിൽക്കുന്നവളുടെ തലയ്ക്കൊരു തട്ട് കൊടുത്തുകൊണ്ടവൻ ചോദിച്ചു. ആ, മനസ്സിലായി. അല്ല, ശരിക്കും നീയും അജുവേട്ടനും തമ്മിലെന്താ പ്രശ്നം? പുള്ളിക്ക് എന്തിനാ നിന്നോട് ഇത്ര ദേഷ്യം? യാമി അവനെ നോക്കി മുഖം ചുളിച്ച് തലയൊന്നൊഴിഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു. സ്വന്തം തന്തയെ തല്ലി നാടു തളർത്തിയിട്ട് എന്നോട് അവന് ദേഷ്യമല്ലാതെ പിന്നെ സ്നേഹം കാണിക്കൂടി മാമി? ശിവ തീർത്തും അലസമായി പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ ഡോർ തുറന്നതും അവൻ പറഞ്ഞ വാർത്തയിൽ വല്ലാത്തൊരു ഞെട്ടലോടെ യാമി അവനെ നോക്കി. എന്ന് വെച്ചാൽ? അവൾ നടുക്കം മാറാതെ അവനെ നോക്കി ചോദിച്ചു. എന്ന് വെച്ചാൽ അത് തന്നെ.
നീ ഇനി ഈ പ്രശ്നത്തിൻ്റെ അടിവേര് തപ്പി പോകാൻ നിൽക്കേണ്ട. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞങ്ങൾ തന്നെ തീർത്തോളാം. പിന്നെ ഞങ്ങൾക്കിടയിൽ നീ പെട്ടതുകൊണ്ട് പറയുക. ഞാൻ പറഞ്ഞ കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം. എന്തുണ്ടായാലും എന്നോട് പറയണം. ഓക്കെ? വേറെ പേടിക്കാനൊന്നുമില്ല. ശിവ റൂമിന് പുറത്തേക്ക് ഇറങ്ങുന്നതിനൊപ്പം അവളോട് കാര്യമായി പറഞ്ഞെങ്കിലും യാമിയുടെ മനസ്സ് മുഴുവൻ അജുവിൻ്റെ അച്ഛനെ ശിവ ശരിക്കും എന്താ ചെയ്തത് എന്ന ചോദ്യമായിരുന്നു. സംശയങ്ങൾ തെളിയും തോറും കൂടുതൽ ചോദ്യങ്ങളുള്ള ഇരുട്ടിലേക്ക് വീണു പോകുന്നു. അല്ല, ആരിത്? പാറൂട്ടിയോ? ഇതെന്താ പാത്രമൊക്കെയായി? ഉച്ച കഴിഞ്ഞ് അടുക്കളവാതിൽ വഴി അകത്തേക്ക് കയറി വന്ന പാറുവിനെ കണ്ടതും സരസ്വതിയമ്മ അവളെ നോക്കി ചിരിയോടെ തിരക്കി. ഇതിത്തിരി പായസ സരസ്വതിയമ്മ. ഏട്ടത്തി എവിടെ? ഇവിടെ ഇല്ലേ? പാറു അടുക്കളവാതിൽക്കൽ തന്നെ തങ്ങി നിന്നുകൊണ്ട് അകത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. ആഹാ, ഇന്നാണോ പിറന്നാൾ? എന്നിട്ട് പായസം മാത്രമേ ഉള്ളൂ, സദ്യയൊന്നും ഇല്ലായിരുന്നോ? സരസ്വതിയമ്മ അവളെ നോക്കി ഒരു ചിരിയോടെ തിരക്കി. സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ശിവേട്ടൻ ഇന്ന് ഊണിന് അവിടെയായിരുന്നല്ലോ. പിന്നെ ഏട്ടത്തിയെ പിന്നെ വിവാഹം കഴിക്കാതെ ഇനി അങ്ങോട്ട് അയക്കില്ലല്ലോ. അതാ വിളിക്കാഞ്ഞത്. അല്ല, അവരൊന്നും ഇവിടെ ഇല്ലേ? സരസ്വതിയമ്മേ, ആരും കാണുന്നില്ലല്ലോ. പാറു ചിരിയോടെ ചോദിച്ചു. അങ്ങോട്ട് അകത്തേക്ക് ചെല്ല്, അവിടെ കാണും എല്ലാവരും. ഊണ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വരണമെങ്കിൽ സന്ധ്യ ആവണം. അവിടെ വിവാഹക്ഷണമൊക്കെ എവിടം വരെയായി? കഴിഞ്ഞോ? സരസ്വതിയമ്മ അവൾക്കുള്ള ചായക്കുള്ള വെള്ളം വെച്ച് അടുപ്പത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ അച്ഛനും ഏട്ടനും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എനിക്ക് പായസം എടുക്കാൻ കുറച്ച് ഗ്ലാസ് തരുമോ? കയ്യിലെ വലിയ തൂക്കുപാത്രം തിണ്ണയിലേക്ക് കയറ്റി വെച്ച് കൊണ്ടവൾ ചോദിച്ചു. അതിനെന്താ, ദേ അവിടെ ആ ഷെൽഫ് തുറന്നിട്ട് ആവശ്യമുള്ളത് എടുത്തോ. ഗ്ലാസ് വെച്ച് ഷെൽഫ് കണ്ണ് കാണിച്ചുകൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞതും പാറു വേഗം അത് തുറന്ന് കുറച്ച് ഗ്ലാസ് എടുത്ത് കഴുകി അതിലേക്ക് കുറേശ്ശെ പായസം പകർന്നു. സരസ്വതിയമ്മയ്ക്ക് മധുരം പറ്റുകയൊന്നും ഇല്ലല്ലോ. ഒരു ഗ്ലാസ് സരസ്വതിയമ്മയ്ക്ക് നേരെ നീട്ടി ചിരിയോടെ അവൾ ചോദിക്കെ സരസ്വതിയമ്മ അവളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വാങ്ങി ചൂണ്ടോട് ചേർത്തു. ഞാനിതവിടെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ, ആർക്കും ദേഷ്യാവില്ലല്ലോ. പാറു ചെറിയൊരു വല്ലായ്മയോടെ സരസ്വതിയമ്മയോട് ചോദിച്ചു. വീട്ടിൽ കയറി വന്ന് വേണ്ടാത്ത അവകാശം സ്ഥാപിക്കുന്നു എന്നങ്ങാനും ആർക്കെങ്കിലും തോന്നുമോ എന്നൊരു വല്ലായ്മയിലാണവൾ. ഏയ്, അതൊന്നുമില്ല, കൊണ്ടു കൊടുക്ക്. സരസ്വതിയമ്മ ചിരിയോടെ അനുവാദം കൊടുത്തതും പാറു ട്രേയുമായി അകത്തേക്ക് നടന്നു. അല്ല, ഇതെന്താത്? പാറുവിനാരെ ഈ ജോലിക്ക് തന്നത്? സരസ്വതി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് ചെന്നതേ അവളെ കണ്ട സുഭദ്രാമ്മ സംശയത്തോടെ ചോദിച്ചു. ഒപ്പം തന്നെ അടുക്കളയിലേക്ക് നോക്കി സരസ്വതിയമ്മ വിളിച്ചു. ഇന്ന് പാറുമോളുടെ പിറന്നാളാ സുഭദ്രാമ്മേ, അതിൻ്റെ പായസമാ. ആ വിളി പ്രതീക്ഷിച്ചെന്ന പോലെ സരസ്വതിയമ്മ പാറുവിന് പിന്നാലെ ഹാളിലേക്ക് വന്ന് ചിരിയോടെ പറഞ്ഞു. ആഹാ, പിറന്നാളാണോ ഇന്ന്? എന്നിട്ട് എവിടെ ആരും ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ. സുഭദ്രാമ്മ നിറഞ്ഞ ചിരിയോടെ അവളുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് പായസം എടുത്തുകൊണ്ട് പറഞ്ഞു. പാറു ഒന്ന് ചിരിച്ചതല്ലാതെ അതിനൊന്നും പറഞ്ഞില്ല. അവിടെ കോലായിൽ അബിയും ശേഖരനേട്ടനും ഇരിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. സുഭദ്രാമ്മ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും പാറുമെല്ലെ അങ്ങോട്ടേക്ക് നടന്നു. പായസം. വാതിൽ നിന്നവൾ വല്ലാത്തൊരു ജാള്യതയോടെ മെല്ലെ പറഞ്ഞതും ശേഖരനും അബിയും ഒരുപോലെ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി. അതെ, ഇന്ന് കുട്ടിയുടെ പിറന്നാളാ, അത് വാങ്ങിച്ചു കുടിച്ച് രണ്ടാളും. സുഭദ്രാമ്മ അകത്തു നിന്നും അച്ഛനും മോനും കേൾക്കാൻ പാകത്തിന് വിളിച്ചു പറഞ്ഞു. അബിയുടെ കണ്ണിൽ വല്ലാത്തൊരു തിളക്കമായിരുന്നു ആ നിമിഷം. ഇന്ന് അച്ഛൻ കൂടെ ഉള്ളതിൻ്റെ ഒരു പിടപ്പും ഉണ്ട്. ഇന്ന് പിറന്നാളാണോ? ശേഖരൻ അവളെ നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചതിനൊപ്പം പായസത്തിനായി കൈനീട്ടി. പാറു ഒരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ശേഖരൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു ഗ്ലാസ് പായസം എടുത്ത് അദ്ദേഹത്തിന് നേർക്ക് നീട്ടി. ഹാപ്പി ബർത്ത്ഡേ. അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് അബിയും ഒരു ഗ്ലാസ് പായസം കയ്യിലെടുത്തു. താങ്ക്സ്. പാറു അവനെ നോക്കാതെ ഒരു ഉഴപ്പം മട്ടിൽ പറഞ്ഞുകൊണ്ട് വേഗം അകത്തേക്ക് തിരിച്ചു കയറി. ആരുടെ പിറന്നാളാ അമ്മേ? ആ, നിൻ്റെയാണോ? കുറച്ചു മുമ്പ് സുഭദ്രാമ്മ വിളിച്ചു പറഞ്ഞത് കേട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന തനു സംശയത്തോടെ ചോദിച്ചു വന്നതും പായസവുമായി നിൽക്കുന്ന പാറുവിനെ കണ്ടതും അവൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. പാറു ചെറിയൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. ഇതെന്താ, അടപ്രഥമനാണോ? തനു ഗ്ലാസ്സിനകത്തേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, ഇഷ്ടമല്ലേ? നല്ല ടേസ്റ്റുണ്ട്, പാറു പറഞ്ഞു. സിറ്റൗട്ടിൽ അച്ഛനൊപ്പം ഇരുന്നവൻ്റെ കണ്ണും കാതും അത്രയും തുടുപ്പോടെ അകത്തുള്ളവളെ കാതോർത്തു. താനും അതിൽ നിന്നും 2 ഗ്ലാസ് എടുത്തു. ഒന്ന് അനിയേട്ടനാണേ, താനും തെല്ലൊരു ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു. ഏട്ടത്തി എവിടെ? പാറു സുഭദ്രാമ്മയെ നോക്കി ചിരിയോടെ തിരക്കി. കുഞ്ഞോളും മേലെ അവളുടെ റൂമിലാവും, ആൻറ്റി വിളിക്കാം. സുഭദ്രാമ്മ അവളെ നോക്കി പറഞ്ഞു. വേണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. പറയുന്നതിനൊപ്പം തിടുക്കത്തിൽ മുകളിലെ നിലയിലേക്കുള്ള പടികൾ കയറി അവൾ. പാറു നേരെ ചെന്നതും കുഞ്ഞോളും യാമിയും അവിടെ ബാൽക്കണിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു.
രണ്ടാളും ഇവിടെ കഥ പറഞ്ഞിരിക്കുക. പാറു ഒരു ചോദ്യത്തോടെ അവർക്ക് അടുത്തേക്ക് ചെന്നു. നീ എപ്പോൾ വന്നു? കുഞ്ഞോൾ ഒരു അതിശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ വന്നിട്ട് ഒത്തിരി നേരമായി. ദാ പായസം എടുക്ക്. അവൾ അവർക്കുള്ള പായസം എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഏട്ടത്തിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? നമ്മൾ മിണ്ടിയതല്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്ന യാമിയെ നോക്കി പാറു വാടിയൊരു മുഖത്തോടെ ചോദിച്ചു. എനിക്ക് ദേഷ്യമൊന്നുമില്ല പാറു, ഞാൻ ചുമ്മാ വേറെന്തോ ആലോചിച്ചിരുന്നു പോയതാ. യാമി അവളെ നോക്കി സൗമ്യമായി പറഞ്ഞു. വേറെന്ത്? പാറു ചോദ്യത്തോടെ അവളെ നോക്കി. അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ലടാ, നീ ഇരിക്ക്. അവിടെ എല്ലാവർക്കും കൊടുത്തോ പായസം? യാമി ചോദിച്ചു. എല്ലാവർക്കും കൊടുത്തു, ഞാൻ തന്നെയാണ് കൊടുത്തത്, പാറു ചിരിയോടെ പറഞ്ഞു. അബേട്ടനോ? അബേട്ടന് കൊടുത്തോ? യാമി പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ചോദിച്ചു. കൊടുത്തു, പാറു വീർത്ത മുഖത്തോടെ പറഞ്ഞു. അതെന്താ? അബേട്ടനെ പറയുമ്പോൾ പാറുവിൻ്റെ മോന്തയ്ക്ക് ഒരു കനം. യാമി ചിരിയോടെ തിരുക്കി. അബേട്ടനെ അജുവേട്ടനെ ഇവൾക്ക് തീരെ ഇഷ്ടമല്ലേ യാമേ, കണ്ടാ വഴക്ക. കുഞ്ഞോളൊരു ചിരിയോടെ പറഞ്ഞു. അതെന്തിനാ വഴക്ക്? യാമി ചോദ്യത്തോടെ പാറുവിനെ നോക്കി. അവർ നമ്മുടെ ടീമല്ലേ ഏട്ടത്തി, അതാ എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഏട്ടനെയും ശിവേട്ടനെയും ഒക്കെ എപ്പോഴും വഴക്കാ, ദുഷ്ടന്മാരാ. പാറു ചെറിയൊരു രഹസ്യം പോലെ അവളോട് പറഞ്ഞു കൊടുത്തു. ആര്? ആബിയേട്ടനോ? ഏയ്, ആബിയേട്ടൻ നല്ലതല്ലേ, ദുഷ്ടനൊന്നും അല്ല. യാമ അവൾ പറഞ്ഞത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഏട്ടത്തിക്ക് അവരെക്കുറിച്ച് ശരിക്കും അറിയാനിട്ടാ. ശിവേട്ടനെയും അങ്കിളിനെയും തമ്മിൽ പിണയ്ക്കുന്നത് ഈ രണ്ട് കുരങ്ങന്മാരാ. അവരോരോന്നും പറഞ്ഞു കൊടുത്തിട്ടാ എൻ്റെ ശിവേട്ടനെ അങ്കിളിന് ഇഷ്ടമല്ലാത്തത്, അറിയോ? പാറു അല്പം ചൊടിയോടെ യാമയോട് ചോദിച്ചതും യാമയുടെ മനസ്സിലുടക്കിയത് എൻ്റെ ശിവേട്ടൻ എന്ന പാറുവിൻ്റെ വാക്കിലാണ്. പക്ഷെ ഇപ്പോൾ അവൾക്കറിയാം പാറുവും ശിവയും തമ്മിൽ താൻ കരുതും പോലെ ഒരു ബന്ധമൊന്നും അല്ല ഉള്ളതെന്ന്. എങ്കിൽ പോലും മറ്റൊരാൾ അവനിൽ അവകാശം പറയുന്നത് കേൾക്കുമ്പോൾ ഹൃദയം പിടഞ്ഞു പോകുന്നു. തന്നെ ഇഷ്ടമാണോ എന്നവൻ ഇന്ന് ചോദിച്ച ആ നിമിഷവും താൻ നൽകിയ മറുപടിയും അവൾക്ക് ഓർമ്മ വന്നു. മുറുകെ പിടിക്കാൻ മനസ്സ് കൊതിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്തൂടെ എന്ന് ബുദ്ധി പറയുന്നു. എൻ്റെ പാറൂസേ, അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ, നീ ഇപ്പോഴും ഇതൊക്കെ മനസ്സിലിട്ട് നടക്കുകയാണോ? പാറുവിൻ്റെ സംസാരം കേട്ട് യാമി മറ്റേതോ ചിന്തയിലേക്ക് മുഴുകിപ്പോയെങ്കിലും കുഞ്ഞോൾ അവളെ ചേർത്ത് പിടിച്ചൊരു ചിരിയോടെ ചോദിച്ചു. അങ്ങനെ മറക്കാൻ പറ്റുന്നതൊന്നും അല്ലല്ലോ അവർ രണ്ടാളും കൂടെ ചെയ്തത്, ആണോ? പാറു തെല്ല് ദേഷ്യത്തോടെ കുഞ്ഞോളെ നോക്കി. കുഞ്ഞോൾ അവളെ വല്ലായ്മയോടെ നോക്കി. ഏട്ടത്തി അതൊക്കെ മറന്നോ? പക്ഷേ ഞാനതൊന്നും മറക്കില്ല, ഒരിക്കലും മറക്കില്ല. കുഞ്ഞോളെ നോക്കി പാറു തീർത്തു പറഞ്ഞു. അതേസമയം തന്നെയാണ് അച്ഛൻ്റെ അരികിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാത്ത അബി കുഞ്ഞൊരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നത്. അവനെ കാണെ പാറുവിൻ്റെ മുഖം കൂർത്തു. അബി അവളുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. പിറന്നാൾ പായസം കൊള്ളാമല്ലേ കുഞ്ഞോളെ? അവൻ അതേ ചിരിയോടെ ചോദിച്ചു. സച്ചേട്ടൻ ഉണ്ടാക്കിയതാ ഏട്ടാ, കുഞ്ഞോളൊരു ചിരിയോടെ അവനോട് പറഞ്ഞു. ഓ, അപ്പോൾ വക്കീലാളിന് പായസം ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലേ? അബി അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് യാമി ഇരിക്കുന്നതിന് തൊട്ടടുത്ത് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ വലിയ ദുഷ്ടനാണെന്നാണല്ലോ അബിയേട്ടാ ഇവിടെ ചിലരുടെയൊക്കെ അഭിപ്രായം, അതെന്താ അങ്ങനെ? അരികെ വന്നിരുന്ന അബിയെ നോക്കി ചോദിക്കുന്നതിനൊപ്പം അബിയെ നോക്കാതെ ചെറിയ ഗമയോടെ ഇരിക്കുന്ന പാറുവിനെ കൂടെ ഇടങ്ങണ്ണിട്ട് നോക്കി യാമി.